എല്ലാവർക്കും ഈ സംഭാഷണത്തിലേക്ക് സ്വാഗതം. ഇതൊരു വിചാരണയല്ല, ഇതൊരു ചോദ്യം ചെയ്യുന്ന ഒരു സെഷനല്ല. ഇത് ഒരു വളരെ കൊളീജിയൽ ആയിട്ടുള്ള, കുറച്ച് ഇൻഫോർമൽ ആയിട്ടുള്ള NS മാധവൻ്റെ കഥ നോവൽ, പ്രധാനമായിട്ട് ആക്ച്വലി നോവലിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സെഷനാണിത്. പക്ഷെ അതിൽ നിന്ന് പുറകോട്ട് മുന്നോട്ട് ഞങ്ങൾ കഥയിലേക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് സഞ്ചരിക്കും. മനോജ് കുരൂരും NS മാധവനും അവരുടെ സർഗാത്മക പ്രക്രിയകളെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ NS മാധവൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ പ്രധാനമായിട്ടും എല്ലാവരും കഥാകൃത്ത് എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ പക്ഷെ ഞങ്ങൾ നോവലിലാണ് ശ്രദ്ധ ഊന്നാൻ ഇന്നത്തെ സെഷനിൽ ശ്രദ്ധയുടെ ഊന്നൽ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന NS മാധവൻ്റെ 2003 പ്രസിദ്ധീകരിച്ച നോവൽ, അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം, ജനുവരി 22 ശേഷം വെറും ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തിരുത്ത് NS മാധവൻ്റെ വളരെ പ്രധാനപ്പെട്ട കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാം കുറേയധികം ഉണ്ട്. പക്ഷെ ഇത് വളരെ ഇപ്പോഴത്തെ കാലിക പ്രസക്തിയുള്ള തിരുത്ത് എന്ന കഥ. അപ്പോൾ അതിൽ നിന്നുള്ളൊരു, താങ്കൾ തന്നെ വായിക്കുമോ? അപ്പോൾ ഇത് തിരുത്ത് എന്ന കഥയുടെ അവസാന ഭാഗമാണ്. ഇത് വളരെ വളരെ കണ്ടംപററി റെലവൻസ്, ഇന്നത്തെ കാലത്തിൻ്റെ വളരെ പ്രസക്തിയുള്ള കഥയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കാരണം ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള കഥയാണിത്. അപ്പോൾ ഈ കഥ ബേസിക്കലി ഏതാണ്ട് മുഴുവനും ഒരു ന്യൂസ് റൂമിലാണ് നടക്കുന്നത്. കഥ എഡിറ്ററിൻ്റെ മുറി, ഒരു പത്രാധിപരുടെ, അതാണ് കോണ്ടെക്സ്റ്റ് അതിൻ്റെ. അപ്പോൾ പത്രസ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പലരും ഉണ്ട്. അടുത്ത ദിവസത്തിൻ്റെ പത്രത്തിൻ്റെ ശീർഷകം ഇടുന്നതാണ്, അടുത്ത ദിവസത്തിൻ്റെ പത്രത്തിലെ പ്രധാന ശീർഷകം എന്തായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. മല്ലിക് ആരാണ് പ്രധാന വാർത്തയ്ക്ക് തലക്കെട്ട് കൊടുത്തത്? ചുല്യാട്ട് പ്രിൻ്റ് ഔട്ട് മല്ലിക്കിൻ്റെ മേശപ്പുറത്തിട്ടുകൊണ്ട് ചോദിച്ചു. സുഹ്റ ഒഴിച്ചുള്ള മറ്റു പത്രാധിപന്മാർ മല്ലിക്കിൻ്റെ മേശയ്ക്ക് ചുറ്റും കൂടി. മല്ലിക് എന്താ ഒന്നും പറയാത്തത്? ആരാണ് ഈ തലക്കെട്ട് കൊടുത്തത്? മല്ലിക് അന്താളിപ്പിൽ ഒന്നും പറയാൻ പറ്റാതെ നിന്നു. അയാൾ ആരായാലും ശരി, ഇനി മുതൽ ഈ പത്രത്തിൽ പണിയെടുക്കേണ്ട. ചുല്യാട്ടിൻ്റെ ചുണ്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സുഹ്റ അടക്കം ന്യൂസ് റൂമിൽ പണിയെടുക്കുന്ന എല്ലാവരും മല്ലിക്കിൻ്റെ മേശയ്ക്ക് ചുറ്റും വട്ടമിട്ട് കഴിഞ്ഞിരുന്നു. ഞാനാണ് സർ, സുഹ്റ തല താഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു. ചുല്യാട്ട് കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. പൈപ്പ് 1-2 ആവർത്തി ആഞ്ഞു വലിച്ചിട്ട് അയാൾ വിജയനോട് മേശപ്പുറത്ത് കിടക്കുന്ന വാർത്ത എടുത്തു തരാൻ ആംഗ്യം കാണിച്ചു. ചുല്യാട്ട് സുഹ്റയുടെ അടുത്ത് ചെന്ന് അവളുടെ നെറുകും തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, സുഹ്റ, ഒരു പെൻസിൽ തരൂ. മല്ലിക്ക് മേശപ്പുറത്ത് കിടന്നിരുന്ന ബോൾ പോയിൻ്റ് പേന ചുല്യാട്ടിന് കൊടുത്തു. ചുല്യാട്ട് എല്ലാവരെയും നോക്കി പറഞ്ഞു, ഞാൻ മാഞ്ചസ്റ്റർ ഗാർഡിയനിൽ പത്രപ്രവർത്തനം തുടങ്ങുമ്പോൾ വെയിൽസുകാരനായ വൃദ്ധൻ പത്രാധിപർ എപ്പോഴും പറയുമായിരുന്നു, നീല പെൻസിലാണ് പത്രാധിപന്മാരുടെ ആയുധമെന്ന്. നീല പെൻസിലുകൾക്ക് വംശമറ്റെങ്കിലും ഈ പേന, ഈ ആയുധം ഞാൻ ഇന്ന് ശരിക്കും പ്രയോഗിക്കും. ചുല്യാട്ട് കുനിഞ്ഞു നിന്ന് മേശപ്പുറത്ത് പരത്തിവെച്ച പ്രധാന വാർത്തയ്ക്ക് സുഹ്റ തലക്കെട്ടായി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിരുന്ന തർക്കമന്ദിരം തകർത്തു എന്നതിലെ ആദ്യത്തെ വാക്ക് ഉളി പോലെ പേന മുറുക്കി പിടിച്ച് പലതവണ വെട്ടി. എന്നിട്ട് വിറയ്ക്കുന്ന കൈകൊണ്ട് പാർക്കിൻസൺസിൻ്റെ ലാഞ്ചന കലർന്ന വലിയ അക്ഷരങ്ങളിൽ വെട്ടിയ വാക്കിന് മുകളിൽ എഴുതി, ബാബ്രി മസ്ജിദ്.
സുഹ്റയുടെ വലിയ കണ്ണുകളിൽ നിന്ന് ചറം പോലെ കണ്ണീർ തുള്ളി തുള്ളിയായി ഒലിച്ചു. അവൾ ചുള്ളിയാറ്റിനെ നോക്കി പറഞ്ഞു, നന്ദി സാർ. പനിയുടെ മറ്റൊരു വേലിയേറ്റത്തിൽ തല താഴ്ത്തി നടന്ന് ചുള്ളിയാറ്റ് മുറിയിൽ കയറി വാതിലടയ്ക്കുന്നതുവരെ ന്യൂസ് റൂമിലുണ്ടായിരുന്ന എല്ലാവരും അയാളെ അനങ്ങാതെ നോക്കി നിന്നു. ഇങ്ങനെയാണ് തിരുത്ത് എന്ന കഥ അവസാനിക്കണത്. തർക്കമന്ദിരം വെട്ടി ബാബറി മസ്ജിദ് എന്നാക്കുന്ന. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് ഓഫ് കോഴ്സ് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള കണ്ടംപററി റെലവൻസ് ഒന്ന്. പക്ഷേ താങ്കളുടെ ഇന്നത്തെ സംഭാഷണം NS മാധവൻ്റെ സർഗാത്മക പ്രക്രിയ, ക്രിയേറ്റീവ് പ്രോസസ്, ഹൗ ഹി എൻഗേജസ് വിത്ത് ഹിസ്റ്ററി, ചരിത്രവുമായിട്ട്, വർത്തമാനകാല ചരിത്രവും ഭൂതകാല ചരിത്രവുമായിട്ട് എങ്ങനെ ഇടപെടുന്നു, ഒരു എഴുത്തുകാരൻ, ഒരു റൈറ്റർ, എഴുത്തുകാരൻ എന്ന് പറയേണ്ട ഒരു മനോജ് ഉണ്ടാക്കിയൊരു നല്ല വാക്കുണ്ട്, എഴുത്താൾ. അതിന് ജെൻഡറില്ല, അല്ലെങ്കിൽ എഴുത്തുകാരൻകാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഒരു റൈറ്റർ എങ്ങനെയാണ് ഒരു അപ്പോഴത്തെ സാഹചര്യത്തിനോട് പ്രതികരിക്കുന്നത്, ദാറ്റ്സ് വൺ തിങ്. പക്ഷെ അതിനെ ഒരു വലിയൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ആഖ്യാനത്തിലൂടെ പുതിയ ചരിത്രങ്ങൾ എഴുതുക, അങ്ങനത്തെ ഒരു എഴുത്തിൻ്റെ ഒരു ധർമ്മം NS മാധവൻ എന്ന എഴുത്തുകാരൻ വളരെ പല കഥകളിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിരന്തര പ്രക്രിയയുടെ ഭാഗം തന്നെയാണ്. ആക്ച്വലി ചരിത്രവുമായിട്ടുള്ള സംവാദം നിരന്തരമായിട്ടുള്ള, അത് വർത്തമാനകാല ചരിത്രവും ഭൂതകാല ചരിത്രവും ഒക്കെ ഒരു റൈറ്റർ എങ്ങനെ, ഓൾസോ ഹൗ എ റൈറ്റർ മേക്സ് ഹിസ്റ്ററി, അതുകൊണ്ട് തിരുത്തിയെഴുത്ത്. അപ്പോൾ ഈ തിരുത്തെന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതും കൂടി ഉണ്ട്. ഇത് ഇംഗ്ലീഷിൽ ഈ കഥ തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇക്കണോമിക് ടൈംസിൻ്റെ ഒരു ഫുൾ പേജായിരുന്നു അത് കഥ. അപ്പോൾ ബ്ലൂ പെൻസിൽ എന്നായിരുന്നു ഇംഗ്ലീഷിലെ തർജ്ജമയുടെ ശീർഷകം. അത് താങ്കൾ തന്നെ കൊടുത്ത ശീർഷകമാണെന്ന് എനിക്കറിയാം, അല്ലേ? കാരണം അത് തിരുത്ത് എന്നുള്ളത്, നീല പെൻസിൽ എന്നുള്ളത് തിരുത്തിൻ്റെ ഒരു മെറ്റഫറായിട്ട്. അപ്പോൾ ഈ നീല പെൻസിലുകളാണ് NS മാധവൻ്റെ എഴുത്ത്. ബേസിക്കലി തിരുത്ത്, അത് പലതരത്തിലുള്ള തിരുത്തുകൾ, സ്വയം തിരുത്തുകൾ, ചരിത്രത്തിൻ്റെ തിരുത്തുകൾ, എഴുത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിലെ തിരുത്തുകൾ, ഇതെല്ലാം പലതരത്തിലുള്ള തിരുത്തുകളിലൂടെയാണ് NS മാധവൻ ഇന്നത്തെ NS മാധവനായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഈ വർത്തമാനകാലത്തിനോടുള്ള പ്രതികരണം അത് ഇപ്പോൾ എന്താ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നിട്ടേ ടപ്പേ എന്നെല്ലാവരും ഇങ്ങനെ കവിതയും കഥയൊക്കെ ഇങ്ങനെ എഴുതി. പക്ഷെ അതല്ലല്ലോ, ഒന്ന് ഇരുന്ന് സമയം കൊടുത്ത് ആലോചിച്ച ഒരു സാധനം ഉണ്ടായി വരണമെങ്കിൽ അത് ഇറ്റ് മൈറ്റ് നോട്ട് ബി ഇമ്മീഡിയറ്റ്, അത് പെട്ടെന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത്. പക്ഷേ അതിങ്ങനെ ഉള്ളിൽ കിടന്നിങ്ങനെ വെന്തുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ വെന്തുണ്ടായിട്ടുള്ള തിരുത്തിയിട്ടുള്ള കഥകളാണ് പലതും. NS മാധവൻ്റെ എഡിറ്റോറിയൽ പ്രോസസ്സ് എനിക്ക് ഒരു ഇതൊക്കെ അറിയാം. വളരെ കുറേ തിരുത്തെഴുത്തും കുറേ ഡ്രാഫ്റ്റുകളും കുറേ ഭയങ്കരമായിട്ട് ക്രാഫ്റ്റിൽ ഭയങ്കര ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എഴുത്താണ്. കുറുക്കി ഭാഷയുടെ ഓരോ അത്യാവശ്യമുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കഥകളാണ് എല്ലാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്കോണമൈസ് ചെയ്തുകൊണ്ട്, അപ്പോൾ അതാണ് ആ ചെറുകഥ എന്നുള്ള ഫോം, ഷോർട്ട് സ്റ്റോറി എന്ന ഫോമിൻ്റെ ഒരു മാസ്റ്ററായിട്ട് NS മാധവൻ വരുന്നത് ഭാഷയിൽ ചെയ്യുന്ന തിരുത്തുകളിലൂടെയാണ്. ആക്ച്വലി എഡിറ്റിംഗ്, കോൺസ്റ്റൻ്റ് എഡിറ്റിംഗ്, എല്ലാ സമയവും ഉള്ളൊരു എഡിറ്റിംഗ് ആണ് എഴുത്തിൻ്റെ ഒരു പ്രധാന ഭാഗം എന്നുള്ളൊരു വലിയൊരു കാര്യമുണ്ട് അതിൽ. പിന്നെ ഈ ഇക്കോണമൈസ് ചെയ്തുകൊണ്ടുള്ള ഭാഷ ഇങ്ങനെ കുറുക്കി ഇങ്ങനെ ചെറുതാക്കി അത്യാവശ്യമുള്ള സാമുവൽ ബെക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു പരമ്പരയിലാണ് NS മാധവൻ ശരിക്കും വരുന്നത്. സാമുവൽ ബെക്കറ്റ്, JM കൂട്സിയ, ഇവരൊക്കെ ഇങ്ങനെ ചുരുക്കം ചില വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള റീഡർ റെസ്പോൺസ് ഉണ്ടാക്കിക്കും. അത് ഉണ്ടാക്കുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി മുഴുവൻ ആ ചെറിയ ശബ്ദങ്ങളിലാണ്. ഇതിലിപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ തർക്കമന്ദിരം എന്നുള്ളത് വെട്ടി ബാബറി മസ്ജിദ് ആവുമ്പോൾ ഉള്ള ഒരു ആ തിരുത്തിൽ കൂടി ഉണ്ടാവുന്ന ഒരു രാഷ്ട്രീയം, ആ തിരുത്തിലുണ്ടാവുന്ന ചരിത്രത്തിൻ്റെ തിരുത്ത്, രാഷ്ട്രീയത്തിൻ്റെ ഒരു റീറൈറ്റിംഗ്. അപ്പോൾ താങ്കളുടെ പ്രക്രിയയിൽ ഈ തിരുത്തിൻ്റെ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ?
നന്ദി സബിത. മറ്റേ ആദ്യം തന്നെ പറയട്ടെ, തിരുത്തിന് ബ്ലൂ പെൻസിൽ എന്നൊരു ശീർഷകം തർജ്ജമ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സജസ്റ്റ് ചെയ്ത് മേതിൽ രാധാകൃഷ്ണനാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു തിരുത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കഥാപാത്രം ചുള്ളിയാറ്റാണ്. കാരണം ചുള്ളിയാറ്റ് തിരുത്തി, പക്ഷെ തിരുത്തിന് വിധേയമായ വാക്ക് തർക്കമന്ദിരം സൃഷ്ടിച്ചത്, അത് വന്നത് ഒരു ന്യൂനപക്ഷ വനിതയുടെ അടുത്ത് നിന്നാണ്, സുഹൃതയിൽ നിന്നാണ്. അപ്പോൾ സുഹറയെ ഇത്തരത്തിലുള്ള ഒരു പൊതുസമ്മതി നേടാനുള്ള തലക്കെട്ട് കൊടുക്കാൻ പ്രേരിപ്പിച്ച വികാരം എന്താണ്? ഒരുപക്ഷെ അന്നും ഈ പൊതുയുക്തി ഇത്തരത്തിൽ എങ്ങും തൊടാതെയുള്ള നിലപാടുകൾ എടുക്കാൻ പേടിക്കുന്ന ഇന്നത്തെ കാലത്തിൻ്റെ ഒരു അംശം അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് എഴുത്തുകാരൻ എങ്ങനെ നേരിടുന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു വളരെ വളരെ പണ്ട് തന്നെ ഇതിൻ്റെ മന്ത്രം ജോയ്സ് പറഞ്ഞു തന്നുണ്ട്. എക്സൈൽ, സൈലൻസ്, കണ്ണിങ്നെസ്. ഇത് പ്രവാസം, മൗനം, കൗശലം. അപ്പോൾ ഒരുപക്ഷെ ഈ കൗശലം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നൊരു തോന്നൽ കൂടിയുണ്ട്. കാരണം നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയ്ക്കുള്ള സമയം, അതായത് യൂറോപ്പിൽ ഫാസിസം വളരുന്ന സമയത്ത് സാഹിത്യമോ സർഗാത്മക പ്രവൃത്തിയോ വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. അപ്പം ഇത്തരം ഒരു പിൻവാങ്ങലിൻ്റെ കാലഘട്ടത്തിൽ തിരുത്ത് വീണ്ടും വായിക്കുക എന്നത് ഒരിക്കലും ഇതുപോലെ ഇന്നൊരു സൃഷ്ടി നടക്കുകയില്ല എന്ന ബോധത്തോടു കൂടി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് അതിനുള്ള കൗശലവും ചരിത്രബോധവും എഴുത്തുകാരന് അല്ലെങ്കിൽ കലാകാരനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എഴുത്ത് എന്ന പ്രക്രിയയെക്കുറിച്ച് ചോദിച്ചാൽ എൻ്റെ എഴുത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഈ 3 ഗുണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഗുണം മൗനമാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു തീം കിട്ടുകയാണെങ്കിൽ, ഇതുപോലൊരു തീം കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം കാലത്ത് മനസ്സിൽ കൊണ്ട് ഇടയ്ക്ക് എഴുതുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് എഴുതി തീർക്കുകയും ചെയ്യും. പിന്നെ അതിനെ ഒരു അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ച് കുറച്ച് തിരുത്തൽ കൂടി നടക്കും. ഒരു വല്ലാത്ത നിരാശാബോധം കലാകാരന്മാരെ കൂടി കാണാം, എഴുത്തുകാരെ കാണാം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. കാരണം ഇതിനെല്ലാം അതിജീവിക്കാനുള്ള ഒരു സാധ്യത എഴുത്തുകാർക്കുണ്ട്. ഈ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് എന്നത് നമ്മൾ വളരെ നന്ദിയോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സമതുല്യരായ അല്ലെങ്കിൽ നമ്മുടെ സമാന ചിന്തകരായ ഹിന്ദി എഴുത്തുകാർക്ക്, ബീഹാറിലും മറ്റുമുള്ള ഹിന്ദി എഴുത്തുകാർക്ക് അവരെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, വേദികൾ കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമുക്ക് വേദികൾ ലഭിക്കുന്നു, നമ്മളെ കേൾക്കാൻ ആൾക്കാരുണ്ട്, നമുക്ക് എഴുതാൻ പ്രസിദ്ധീകരിക്കാൻ ആൾക്കാരുണ്ട്. ഇതെല്ലാം ഈ ഒരു കൊച്ചു കേരളത്തിൻ്റെ മാത്രം ഇന്നത്തെ ഒരു ചെറിയ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്, സമ്മാനമാണ്. ഇതോടൊപ്പം തന്നെ ഇങ്ങനെ അല്ലാതിരിക്കും. ഇപ്പം ഹിന്ദി എഴുത്തുകാർക്കോ അല്ലെങ്കിൽ
ഈ നമ്മൾ ഡൽഹിയിലൊരു ഒരു ഏരിയയിലാണ് സബീദും ഞാനൊക്കെ താമസിച്ചത്. അവിടെ താമസിച്ച് നിന്ന ഒരു എഴുത്തുകാരൻ്റെ വീട്ടിലേക്ക് ആ സൊസൈറ്റിക്കാരെ ഇരച്ചു കയറി ചെന്ന് ആക്രമിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അത്തരത്തിലുള്ള ഒരു ഭീകരാവസ്ഥ നമുക്കുണ്ടായിട്ടില്ല. എന്നിരുന്നാലും അകാരണമായ ഭയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നൊരു തിരുത്ത് എഴുതാൻ പറ്റുമോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഉത്തരം അതിനുള്ള സർഗാത്മക കൗശലം എല്ലാ കലാകാരന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ്. ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതാണ് ഉത്തരം എന്നറിയില്ല, ഞാൻ തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. മനോജ്. ബഹുമാനായ ശ്രീ NS മാധവൻ, ഞങ്ങൾ ചെറുപ്പത്തിൽ വായിച്ചു തുടങ്ങുമ്പോൾ തൊട്ടേ ആദ്യം പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, നമ്മളെ വായനയിൽ ആകർഷിക്കുന്ന എഴുത്തുകാരനാണ്. അപ്പോൾ ഈ ചരിത്രം, കഥ, ആഖ്യാനം അല്ല ഭാഷ എന്നിങ്ങനെ ഉള്ള ഘടകങ്ങളുടെ അല്ലെങ്കിൽ അവയുടെ പരസ്പര ബന്ധം എന്നുള്ളതാണല്ലോ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇന്ന് ആ ഒരു വിഷയത്തിൽ ഇപ്പം തിരുത്ത് പോലെയുള്ള കഥ, ഇപ്പം നമ്മളിവിടെ ഇത്ര നേരം സംസാരിച്ച തിരുത്ത് പോലെയുള്ള കഥയുണ്ട്, അതുപോലെ മുംബൈ, ഇങ്ങനെയുള്ള കഥകൾ. അത് തീർച്ചയായിട്ടും അത് വളരെ രാഷ്ട്രീയമായിട്ട് വളരെ ഷാർപ്നെസ് ഉള്ളതാണ്. മാത്രമല്ല സമകാലികമായ പ്രസക്തി അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ കഥയിൽ നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ ഒരു തരത്തിൽ ആ ഒരു കഥകൾക്ക് തന്നെ ചരിത്രത്തിൻ്റെ വലിയൊരു ഭാരമുണ്ട്. ഭാരം എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പല സമൂഹങ്ങളുടെ പരിണാമ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ചിട്ടാണ് ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുക, അല്ലെങ്കിൽ മുംബൈയിലെ ഒരു കഥാപാത്രത്തിന് റേഷൻ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അയാൾ ഇന്ത്യയിൽ ജനിച്ചതാണെന്ന് തെളിയിക്കാൻ ഉള്ള മാർഗ്ഗമില്ലാതെ പോവുക. അതുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള ആകേണ്ടി വരുന്ന അവസ്ഥ, അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ ആകേണ്ടി വരുന്ന അവസ്ഥ, ഇത്തരത്തിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള രാഷ്ട്രീയ കഥകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ കഥകൾ എന്നുള്ള ഞാൻ അതിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞതല്ല, ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ മൂർച്ചയുള്ള കഥകൾ, അവയും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചരിത്രത്തിൻ്റെ വലിയ ഒരു പശ്ചാത്തലം പേറുന്നവയാണ്. അപ്പോൾ നമ്മുടെ ഒരു വിഷയത്തിലേക്ക് വരാൻ എളുപ്പമുണ്ട് തോന്നുന്നു. ഞാനും 2 നോവലുകൾ ചരിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട്, കേരളത്തിൻ്റെ ചരിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നിലമ്പൂത്ത് മലർന്ന നാൾ, മുറിനാവ് എന്നുള്ള 2 നോവലുകൾ. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പകരം ഈ ഒരു സെഷൻ നമുക്ക് പ്രധാനമായിട്ട് ശ്രീ NS മാധവൻ്റെ അദ്ദേഹത്തിൻ്റെ രചനകൾക്കുള്ള ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു സെഷൻ കാണാവുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ഈ 3 ഘടകങ്ങളും, പ്രത്യേകിച്ച് ചരിത്രം, അതേപോലെ ഭാഷ, പിന്നെ കഥ, അപ്പം അങ്ങനെ ആവുമ്പോൾ ചരിത്രം, 3 പരസ്പരം അത്രത്തോളം ബന്ധപ്പെട്ടതാണ്, 3 തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്തതാണ്. ഒരു ബോറോമിയൻ നോട്ട് പോലെ ഒന്ന് പൊട്ടിച്ചാൽ മറ്റത് ഇല്ലാണ്ടാകുക എന്ന് പറയുന്നൊരവസ്ഥയിലുള്ള ബോറോമിയൻ നോട്ട് പോലുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ ചരിത്രം, ആഖ്യാനം, അതേപോലെ കഥ അല്ലെങ്കിൽ നോവൽ, അപ്പോൾ ഈ ഒരു സംഗതിയിൽ ഇപ്പോൾ ചരിത്രത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ആഖ്യാന രീതിയുണ്ട്. ദത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവയുടെ പരസ്പര ബന്ധം ഒരു നറേഷനിലൂടെ, ആഖ്യാനത്തിലൂടെ തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ രീതി. ഒരു തരത്തിൽ പറഞ്ഞാൽ ചരിത്രരചന ഒരു അസാധ്യതയാണ് വാസ്തവത്തിൽ. കാരണം ഈ ദത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നു, ഈ ദത്തങ്ങളിൽ നിന്ന് ഒരു ഫാക്റ്റ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ ആഖ്യാനത്തിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത്. ആ രീതിയിലാണ് ഇതിനിടയ്ക്കുള്ളൊരു വിടവ് പൂരിപ്പിക്കപ്പെടുന്നത്. ആ പൂരിപ്പിക്കുന്നതിനകത്ത് തീർച്ചയായിട്ടും ഒരു പരിമിതിയും കൂടിയുണ്ട്. അതായത് ഈ പൂരണത്തിനകത്തുനിന്ന് ചോർന്നു പോയ ഒന്നായിരിക്കും യഥാർത്ഥത്തിലുള്ള ജീവിതം. ഏതെങ്കിലും കാലത്തുനിന്ന് കിട്ടുന്ന ദത്തങ്ങളിൽ നിന്ന് ചോർന്നു പോകുന്നതിനകത്തും വലിയ ജീവിതമുണ്ട്, അല്ലെങ്കിൽ വലിയ ജീവിതങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ഓരോ കാലത്തിൻ്റെയും ജീവിതം അടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഗതി, ഞാൻ ചരിത്രത്തിൻ്റെ പരിമിതി എന്ന് പറഞ്ഞ് ചരിത്രത്തിനെ നിഷേധിക്കാനായിട്ടല്ല, പകരം ചരിത്രത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു പരിമിതിയെ വേറൊരു തരത്തിൽ ഒരു വലിയ സാധ്യതയാക്കി മാറ്റാനുള്ള അങ്ങനെ ഒരു ഘടകം കൂടി നോവലിനുണ്ടെന്ന് തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ ചരിത്രത്തെ നമുക്ക് ഓർമ്മകളിലൂടെ, അല്ലെങ്കിൽ ഈ ദത്തങ്ങളുടെ സഹായമില്ലാതെ വേറൊരു തരത്തിലുള്ള പൂരിപ്പിക്കൽ, ഓർമ്മയിലൂടെയൊക്കെയുള്ള പൂരിപ്പിക്കൽ, അനുഭവങ്ങളിലൂടെയുള്ള പൂരിപ്പിക്കൽ, ഭാവനയിലൂടെയുള്ള പൂരിപ്പിക്കൽ, അത്തരത്തിലുള്ള നിരവധി തരത്തിലുള്ള ഈ
വസ്തുനിഷ്ഠ ചരിത്രത്തോട് ഏതൊക്കെയോ തരത്തിൽ സംവദിച്ചുകൊണ്ട് ഉള്ള ഈ ആഖ്യാനത്തിൻ്റെ മറ്റൊരു തലം ഉപയോഗിച്ചുകൊണ്ട് നോവലും കഥയുമൊക്കെ ചെയ്യുന്ന ഒരു ആഖ്യാനമുണ്ടല്ലോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചരിത്ര ആഖ്യാനമുണ്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങാൻ, എനിക്ക് തോന്നുന്നത് ആ ഒരു വിഷയമായിട്ട് ബന്ധിപ്പിച്ച് ആദ്യം ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ചരിത്രം അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഒരു 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 പ്രസൻസ്, അതിൻ്റെ ഒരു സാന്നിധ്യം, അത് നോവലിൽ വരുമ്പോൾ അല്ലെങ്കിൽ നോവലിനെ സംബന്ധിച്ച് ചരിത്രത്തിൻ്റെ ഒരു സാധ്യത എന്താണ്, അല്ലെങ്കിൽ തിരിച്ചും ചരിത്രത്തെ സംബന്ധിച്ച് നോവലിൻ്റെ ഒരു സാധ്യത എന്താണ്? അങ്ങനെ എന്തെങ്കിലും ഈ പ്രത്യേകിച്ച് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയയിൽ ഒരു കാര്യം കൂടി ഞാൻ അത് ഇങ്ങനൊരു ചോദിക്കാനുള്ളൊരു കാരണം കൂടി സൂചിപ്പിക്കുകയാണ്. അതായത് ഇതിൽ ലണ്ടൻ ബത്തേരിയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ലണ്ടൻ ബത്തേരിയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടത് ചരിത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ചരിത്രം ഇറക്കുമതി ചെയ്യപ്പെടുന്നു, അതിനെ ഒന്ന് മയപ്പെടുത്താൻ കഥയുടെ ഒരു പ്രസൻസ് ആവശ്യമാണെന്നുള്ള രീതിയിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. മാത്രമല്ല പല തരത്തിൽ റെഫറൻസ്, ഈ നിരവധി ചരിത്രങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള നിരവധി ചരിത്രങ്ങൾ, അതേപോലെ തന്നെ പല സമുദായ ചരിത്രങ്ങൾ, കൊളോണിയലിസത്തിൻ്റെ ചരിത്രം, ഭക്ഷണത്തിൻ്റെ ചരിത്രം, മറ്റേ ജലവൈദ്യുത പദ്ധതിയുടെ പ്രസൻസ്, ഇങ്ങനെ കുഴൽക്കിണറിൻ്റെ വരെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇത്തരത്തിൽ വളരെ വിശദാംശങ്ങൾ ഒരു ദേശം എങ്ങനെ രൂപപ്പെടുന്നു, ഒരു സ്വന്തമായിട്ടൊരു ദേശം ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് പശ്ചാത്തലമായിട്ട് നിൽക്കുന്ന കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ശരിക്കും ലണ്ടൻ ബത്തേരി എന്ന് പറയുന്ന നോവൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഥകളിൽ എന്നതുപോലെ തന്നെ നോവലിലും ചരിത്രം കടന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൽ ആഖ്യാനത്തിൻ്റെ രീതി കൊണ്ട് അത് രണ്ട് തരത്തിലാകുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് എന്ത് വെച്ചാൽ അതൊന്ന് കൂടുതലും. ഇത് സത്യം പറഞ്ഞാൽ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു നോവലാണ്. അതായത് സംഭവങ്ങളെ എല്ലാ സംഭവങ്ങളും പരസ്പര ബന്ധമില്ലാത്ത സംഭവങ്ങളെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ലണ്ടൻ ബത്തേരിയുടെ പശ്ചാത്തലമായ കൊച്ചിയുടെ തന്നെ ചരിത്ര വീക്ഷണത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലെ കത്തോലിക്കന്മാരെപ്പോഴും ആ പോർച്ചുഗീസ് കാലഘട്ടത്തിന് കൂടുതൽ ഊന്നൽ നൽകും. ഡച്ച് കാലഘട്ടം ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് കേരളത്തെ കൂടുതൽ സഹായിച്ചിട്ടുള്ളതും വളരാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഡച്ച് കാലഘട്ടമാണ്. പക്ഷേ ഡച്ച് കാലഘട്ടം പൊതുവെ തിരസ്കൃതമാവുകയും പോർച്ചുഗീസ് കാലഘട്ടത്തെ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ള ഒരു ചരിത്ര വീക്ഷണമാണ് ഞാൻ ഇത് പൊതുവെ കൊച്ചിയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ പരമായിട്ട് അങ്ങനൊരു കാര്യമില്ലാത്ത സ്ഥിതിക്ക് ചരിത്രവും കഥയും തമ്മിൽ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നൊരു സ്ഥലമാണ് കൊച്ചി. കാരണം എല്ലാ കൊച്ചിക്കാരും ചരിത്രകാരന്മാരാണ്. അപ്പോൾ അവർ പറഞ്ഞൊന്നും വിശ്വസിക്കാനും പറ്റില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. കാരണം ഒരു ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഹിസ്റ്റോറിയന് ഇത് കൃത്യമായിട്ടുള്ള സോഴ്സുകൾ വേണം, അത് എവിടെ നിന്നാണ് ഈ സംഭവം കണ്ടെത്തിയത് തുടങ്ങിയ പല വളരെ കൃത്യത അറിയിക്കുന്ന കാര്യങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ചുറ്റുപാടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തല സൗകര്യമോ കൊച്ചിയിലുണ്ടായിരുന്നില്ല. മുഴുവൻ കെട്ടുകഥകളും ഇടയ്ക്ക് ചില യാഥാർത്ഥ്യമായിട്ടുള്ള തീയതികളും കയറി വരുന്നതാണ്. ഇപ്പോൾ വാസ്കോ ഡ ഗാമ കൊച്ചിയിൽ ആദ്യമായിട്ട് വരുന്ന 1505 1505 വാസ്കോ ഡ ഗാമ കൊച്ചിയിൽ വരുമ്പോൾ രാജാവുമായിട്ട് ഏർപ്പെട്ട ആദ്യത്തെ ഉടമ്പടി അദ്ദേഹം ഗോമാംസം കഴിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം കൊച്ചി 1947 വരെ ഒരു ഹിന്ദു രാജ്യമായിരുന്നു. ഗോഹത്യ വധശിക്ഷ അറിയിക്കുന്ന ഒരു കുറ്റവുമായിരുന്നു.
അപ്പോൾ ഈ വാസ്കോഡ ഗാമയുടെ കഥ ഇത് വളരെ കൃത്യമായിട്ട് ആർക്കൈവ്സിലും സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെ വാസ്കോഡ ഗാമയുടെ ജീവിതത്തിലുണ്ട്. വാസ്കോഡ ഗാമയെ കാണാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തദ്ദേശീയരായ കുറച്ച് ക്രിസ്ത്യാനികൾ അവിടെ ചെല്ലുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിന് ബീഫ് ഓഫർ ചെയ്തു. അദ്ദേഹം ബീഫ് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ കാര്യം രാജാവിനെ അറിയിക്കുകയും ചെയ്തു. രാജാവ് ഈ 3 ക്രിസ്ത്യാനികളുടെ മുകളിൽ വധശിക്ഷ നടപ്പിലാക്കി. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്ന, നമ്മൾ ഉള്ളിക്കൊണ്ട് നടക്കുന്ന ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ചരിത്രാതീത കാലം മുതൽക്ക് കേരളീയരുടെ ഭക്ഷണം ബീഫും പൊറോട്ടയാണെന്നാണ്. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഇങ്ങനെ ചില വികൃതികളുണ്ട്. അപ്പം ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് എനിക്ക് ഇത് കൊച്ചിയുടെ ചരിത്രം കുറേയൊക്കെ അറിയാവുന്ന ഒരാളാണ്, അതിൻ്റെ സോഴ്സുകൾ അറിയാവുന്ന ആൾ. അതുകൊണ്ടാണ് ഇതൊരു നോവലാക്കാമെന്ന് വിചാരിച്ചത്. ഈ നോവലിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി 1950കളിലാണ് ഈ നോവൽ. 50കളിലെ കൊച്ചിയിലെ ഭാഷ, കൊച്ചിയുടെ ഭാഷ കൊച്ചിക്കാർക്ക് വളരെ കാലം അപകർഷബോധം നൽകിയിരുന്നു. ഇപ്പോൾ റോസി തോമസിൻ്റെ അവരുടെ ആത്മകഥയെ പറയുന്നുണ്ട്. റോസി തോമസിൻ്റെ അച്ഛൻ MP പോള് മറ്റേ വൈപ്പിൻകാരനായിരുന്നു, അമ്മ ഉൾനാടൻ കേരളത്തിൽ നിന്നു. അപ്പോൾ ആദ്യമായിട്ട് MP പോളിൻ്റെ വിവാഹാലോചന റോസി തോമസിൻ്റെ അമ്മയ്ക്ക് ചെന്നപ്പോൾ എല്ലാവരും എതിരായിരുന്നു. കാരണം ഈ ഞങ്ങ പിങ്ങ പറയുന്ന നാട്ടിലേക്ക് പെണ്ണ് കൊടുക്കരുത് എന്നായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ അപകർഷബോധം. ഇപ്പോൾ യേശുദാസ് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ നമ്മളാരും കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നല്ല വടിവിലുള്ള മലയാളമാണ് കേട്ടിട്ടുള്ളത്. ഈ ഭാഷ വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ എനിക്ക് പരിചിതമായിരുന്നു. ഈ നോവൽ എഴുതാനിരുന്നപ്പോൾ ഈ ഭാഷ സംസാരിക്കുന്ന ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ റിസർച്ച് എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഫോർട്ട് കൊച്ചിയിലൊരു വീടെടുത്ത് പഴയ ആൾക്കാർ, 50-60 വയസ്സ് പഴക്കമുള്ള ആൾക്കാർ, അതിലും കൂടുതൽ പ്രായമുള്ള ആൾക്കാരോട് സംസാരിക്കുക. അന്നത്തെ ഒരു ക്രൂഡ് ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കൊണ്ട് നടന്നിരുന്ന് അതിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. പല വാക്കുകളും മലയാളത്തിന് നഷ്ടപ്പെട്ടു. ഉദാഹരണത്തിന് 1950കളിൽ കൊച്ചിയിൽ അറ്റ്ലീസ്റ്റ് ഉരുളക്കിഴങ്ങിന് പറഞ്ഞിരുന്ന ആലുകൊട്ട എന്നാണ്. അത് ഡച്ച് വാക്ക് അടപ്പേൽ എന്നുള്ള ഡച്ച് വാക്കിൽ നിന്നാണ്. ഇങ്ങനെ പല വാക്കുകളും നഷ്ടപ്പെട്ടു. വീണ്ടും ഈ സിനിമാക്കാരാണ്, അടുത്ത കാലത്തെ കമ്മട്ടിപ്പാടം മൂലക്കുള്ള സിനിമാക്കാരാണ് കൊച്ചി ഭാഷയ്ക്ക് ഒരു സബാൾട്ടേൺ ഊംഫ് നൽകിയത് പിന്നീട്. അപ്പോൾ ഈ ഭാഷയായിരുന്നു പ്രധാന ഇഷ്യൂ. ചരിത്രം ഇതുപോലെ തന്നെ അവിടെ കഥയായിരുന്നു, ആഖ്യാനം. ഒരു ബിഗ് ഷോപ്പർ ബാഗിൽ എന്തെല്ലാം കിട്ടുന്നോ അതെല്ലാം ഞാൻ നിക്ഷേപിച്ചു പോയി. അപ്പം അതിനൊരു ആഖ്യാനം എന്ന് വിളിക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഗസ്റ്റാൾട്ട് മാത്രമായിരുന്നു, അതിൻ്റെ ഒരു ആകെ മൊത്തമുള്ള രൂപം മാത്രമായിരുന്നു ആ നോവലിൽ എനിക്ക് പ്രാധാന്യം. സബിത, താങ്കൾ ഇപ്പം തന്നെ പറഞ്ഞൊരു കാര്യം, ഉണ്ടാക്കൽ എന്നുവെച്ചാൽ എന്താണ് നോണ, എന്താണ് സത്യം, എന്താണ് ചരിത്രം, എന്താണ് ഫിക്ഷൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇതെല്ലാ ആഖ്യാനത്തിൽ കൂടി ഉണ്ടാകുന്ന സാധനങ്ങളാണെന്നുള്ളത് ശരി. പക്ഷേ ചരിത്രം, ആക്കഡമിക് ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ ഓഫ് കോഴ്സ് ടെസ്റ്റിമോണിയൽസ്, രേഖകൾ, സോഴ്സസ്, അതിൻ്റെ സോഴ്സസായിട്ട് സോഴ്സസിലൊരു പ്രധാന വേറൊരു ഇപ്പോൾ കൂടുതൽ പ്രത്യേകിച്ചും ചരിത്രകാർ അക്നോളജ് ചെയ്യുന്നതും ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ കോൺട്രവേഴ്ഷ്യൽ. പക്ഷേ ഓർമ്മകൾ, ആൾക്കാരുടെ ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ ഓർമ്മകൾ, കാരണം ഓർമ്മകളിൽ പല ഇതും ഡിസ്റ്റോർഷനും സംഭവിക്കാം. അത് നടന്ന കാര്യം ഒരേ കാര്യം പലരും ഓർമ്മിക്കുന്നത് വ്യത്യസ്ത രീതികളിലായിരിക്കും. അപ്പോൾ ഓർമ്മ എന്നുള്ളത് തന്നെ എത്രത്തോളം നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ചരിത്രത്തിന് വേണ്ടി എന്നുള്ളത് ആ ചോദ്യങ്ങളെല്ലാം NS മാധവൻ ലണ്ടൻ ബത്തേരിയിൽ
ആ ചോദ്യങ്ങൾ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരൊറ്റൊരു 2 വരി വായിക്കാം. അത് എത്രാമത്തെ 2-ാം പേജിൽ, ഈ നോവലിൻ്റെ 2-ാം പേജിൽ ഇതിൽ ഈ കഥ സ്വയം എങ്ങനെയാണ് ആഖ്യാനത്തിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കുന്നത് എന്നുള്ളത്, അത് കഥയുടെ തന്നെ അപബോധത്തിൽ, ഈ കഥയുടെ തന്നെ അൺകോൺഷ്യസിൽ ഈ കഥ രൂപം കൊള്ളുന്നതിൻ്റെ, ഇത് കഥയായിരിക്കുന്നതിൻ്റെ, ദാറ്റ് ഇറ്റ് ഈസ് എ സ്റ്റോറി, കഥയുടെ ഓണ്ടോളജി എന്ന് പറയാൻ വേണമെങ്കിൽ, എന്ന് വെച്ചാൽ കഥ എങ്ങനെ കഥയാവുന്നു എന്നുള്ളതിൻ്റെ ഒരു വളരെ എന്താ പറയുക, കഥയുടെ അബോധം ഈ കഥയിൽ തന്നെ പ്രകടമാണ് ആക്ച്വലി. അതെങ്ങനെയൊക്കെയാണ് അത് പ്രകടമായിട്ടുള്ളത് എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഈ കഥയിലത്തെ പ്രധാന കഥാപാത്രം ഒരു പെൺകുട്ടിയാണല്ലോ. അത് NS മാധവൻ്റെ വേറൊരു വലിയൊരു സവിശേഷതയാണ്. ആസ് എ വുമൺ ഐ റിയലി വോണ്ട് ടു സേ ദിസ് എനിവേ. സ്ത്രീ കഥാപാത്രങ്ങൾ കേന്ദ്രീകൃതമായിട്ടുള്ള ധാരാളം കഥകളുണ്ട്. പിന്നെ ഈ നോവലിലെ പ്രധാന കഥാപാത്രം ജെസിക്ക ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ മുതൽ തുടങ്ങും. ജെസിക്കയുടെ ഓർമ്മകളായിട്ട് കൂടിയാണ് ഈ നോവല്. പക്ഷേ ജെസിക്കയുടെ ഓർമ്മകൾ തുടങ്ങുന്നത് ഗർഭപാത്രത്തിൽ വെച്ചുള്ള ഓർമ്മകളാണ്. അപ്പോൾ അതിനു മുമ്പുള്ള ഓർമ്മകളുണ്ട്. ജെസിക്കയുടെ അമ്മൂമ്മയുടെ ഓർമ്മകൾ, അമ്മയുടെ ശരീരത്തിൻ്റെ ഓർമ്മകൾ, ഇതൊക്കെ ജെസിക്കയിലൂടെ ഈ നോവല് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഓർമ്മകൾ, പലതരത്തിലുള്ള ഓർമ്മകളുടെ ചരിത്രം, ജെസിക്കയുടെ അങ്കിൾ, പലരുടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുറ്റുപാടുമുള്ള കുടുംബ ചരിത്രങ്ങൾ മാത്രമല്ല, ചുറ്റുപാടുമുള്ള കലകളുടെ ചരിത്രം, ചവിട്ട് നാടകം, കുന്തൻ മ്യൂസിക് ക്ലബ്ബ് കൊച്ചിയിലെ, ഇങ്ങനെയുള്ള പല എന്താ പറയുക, പ്രാദേശിക ചരിത്രങ്ങൾ, കുടുംബ ചരിത്രങ്ങൾ, ആശാരിമാരുടെ ജീവിതങ്ങളുടെ ചരിത്രങ്ങൾ, ഇങ്ങനെ പല, പിന്നെ കടൽ യാത്ര ചെയ്യുന്നവരുടെ ചരിത്രങ്ങൾ, കടലിൻ്റെ ഓർമ്മകൾ, കടലിൽ നിന്ന് കിട്ടുന്ന ഖനികൾ, കടൽ നമുക്ക് കൊണ്ടുതരുന്ന സാധനങ്ങൾ, ഇൻക്ലൂഡിങ് ഭാഷ, കടൽ തന്ന വസ്തുക്കൾ മാത്രമല്ല, കടലിൽ കൂടി വന്നിട്ടുള്ള ചരക്ക് സാധനങ്ങൾ, ഇത് അത്തറ്, മറ്റേത് മറിച്ചത്, ഈ പറഞ്ഞ ഉരുളക്കിഴങ്ങ്, ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ്, ഇങ്ങനത്തെ എല്ലാ കടലാണ് ചരിത്രം ഇതിൽ. പക്ഷെ ആ കടൽ എന്താണ്? ഗർഭപാത്രത്തിലെ വെള്ളമാണ് ആ കടൽ. അപ്പോൾ ഇത് ജെസിക്ക ഓർമ്മിക്കുന്നതായിട്ട്, ജെസിക്കയുടെ ഓർമ്മ പോലെയാണ് ഏതാണ്ട് മുഴുവനും നോവല്. അപ്പോൾ ജെസിക്ക പറയുന്നുണ്ട്, ഈ എഴുതുന്നതെല്ലാം ഞാൻ കണ്ടും കേട്ടും കൊണ്ടും അറിഞ്ഞതാണ്. ഓ ചുമ്മാ, ചിലതെല്ലാം ഞാൻ ഉണ്ടാക്കിയ കഥകളാണ്. അപ്പോൾ തുടക്കം തന്നെ ഇത് ഈ എന്താ പറയുക, ആഖ്യാനം എത്രത്തോളം റിലയബിൾ ആണ്, എത്രത്തോളം വിശ്വസനീയമാണ്, ആസ് എ പ്രോസസ് ഇറ്റ് സെൽഫ്, ഒരു പ്രക്രിയ എന്ന രീതിയിൽ തന്നെ ഒരാൾ നമുക്ക് ഓർമ്മയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരുമ്പോൾ, ഓർമ്മ ശരിക്കുള്ള ഓർമ്മയാണോ തെറ്റായ ഓർമ്മയാണോ, അതിലെന്തൊക്കെ അംശങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്നും, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പേടികൾ, നമ്മുടെ അൺകോൺഷ്യസിൻ്റെ കുറേ കാര്യങ്ങൾ അതിൽ കൂടിയിട്ടുണ്ടാവും. നമ്മൾ അപ്പോൾ വളരെ സബ്ജക്റ്റീവായി, ഈ ആഖ്യാനം എന്നുള്ളൊരു സബ്ജക്റ്റീവായിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇത് മനോജ് പറഞ്ഞ ഈ കാര്യം, അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ആക്ച്വലി ആഖ്യാനത്തിൻ്റെ ഒരു ഭാഗത്ത് അത് ഉണ്ടാക്കലാണ്. അത് പല ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് കിടന്നിരുന്ന സാധനങ്ങൾ, പരസ്പര ബന്ധമില്ലാത്ത കുറേ ഫാക്റ്റുകൾ, വസ്തുതകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു ആഖ്യാനമാണ് ചരിത്രം. പക്ഷേ അതിൽ ഇങ്ങനത്തെ അതിന് പല കാര്യങ്ങൾ അതിന് ഉപയോഗിക്കപ്പെടുന്നുണ്ടല്ലോ. വർത്തമാന പത്രങ്ങൾ, അക്കാലത്തെ പത്രങ്ങൾ, റിപ്പോർട്ടുകൾ, രാജശാസനങ്ങൾ, ആൾക്കാരുടെ രേഖപ്പെടുത്തിയ ചില അറിവുകൾ, ചില കഥകൾ, പാട്ടുകൾ, ഇതെല്ലാം ചരിത്രമെഴുത്തിന് അടിസ്ഥാനമായിട്ട് ഇതെല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഡേറ്റ സാധനങ്ങളാണ് ഇതെല്ലാം. പക്ഷെ ഇതെല്ലാം കൂട്ടിച്ചേർത്തൊരു കഥ ഉണ്ടാക്കുമ്പോൾ ചിലതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്നുള്ള മട്ടിലാണ്
ഈ ചരിത്രത്തിൻ്റെ ഒരു അൺറിലയബിലിറ്റി എന്ന് പറഞ്ഞൊരു വളരെ അതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കഥയുടെ. അവിടെയാണ് ഈ കഥ, ഈ നോവൽ എങ്ങനെയാണ് ഹൗ ഇസ് ദിസ് എ വെരി വെരി റാഡിക്കൽ ഇൻ്റർവെൻഷൻ. ഇത് ഇന്ത്യൻ നോവൽ ചരിത്രത്തിൻ്റെ തന്നെ ഒരു വലിയൊരു റാഡിക്കൽ ഒരു അറൈവൽ ഓൺ ദി ഇന്ത്യൻ സ്റ്റേജ്. ഒരു പുതിയ തരത്തിലുള്ളൊരു നോവലിൻ്റെ ഭാഷ ഇന്ത്യൻ സ്റ്റേജിലേക്ക് കടത്തുന്ന ഒരു നോവലാണിത്, ഈ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. കാരണം അത് ആഖ്യാനം എന്നുള്ളതിനെക്കുറിച്ച് സ്വയം അതിനെക്കുറിച്ച് ആഖ്യാനത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു എന്നുള്ളൊരു പോസ്റ്റ് മോഡേൺ സാധനം അതിലുണ്ട്. സെൽഫ് റെഫറൻഷ്യൽ ആയിട്ടുള്ള സ്വയം കഥയെക്കുറിച്ച് തന്നെ കഥ പറയുക എന്നുള്ളൊരു ഇതിൽ കഥ പറയുന്ന ജെസിക്ക, ഞാൻ പറയണല്ല നിങ്ങൾ വിശ്വസിക്കണ്ട എന്ന് പറയണൊരു കാര്യം. പിന്നെ ഗർഭപാത്രത്തിൽ കിടന്നിട്ടാണ് ജെസിക്കയുടെ ഓർമ്മകൾ. അപ്പം ഗർഭപാത്രത്തിൻ്റെ വെള്ളം, സമുദ്രത്തിൻ്റെ തിരമാലകൾ പോലെയൊക്കെ ഇങ്ങനെയുള്ള കുറേ മെറ്റഫറുകളുണ്ട് ഇതിൽ. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താ അറിയോ, അപ്പോൾ ഈ ജെസിക്ക, താങ്കളുടെ കുറേ കഥകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ആണ് പ്രധാന കഥാപാത്രങ്ങൾ. പക്ഷേ ഈ ജെസിക്കയുടെ അമ്മ ആണ് മാളവിക എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ കപ്പിത്താൻ്റെ മകൾ എന്നുള്ളത് എനിക്ക് സ്വയം എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട NS മാധവൻ്റെ കഥകളിൽ ഒരെണ്ണം കപ്പിത്താൻ്റെ മകൾ എന്ന കഥയാണ്. അതിലെ പ്രധാന കഥാപാത്രം മാളവിക. അവരൊരു ചിത്രകാരിയാണ്. അവർ പെയിൻറ്റർ. അവർ ഫ്രാൻസിൽ പോയി പെയിൻറ്റിങ് പഠിച്ചിട്ട് എന്നിട്ട് സ്വയം ഒരു ഫെയിലിയർ ആണെന്ന് തോന്നി അവർ നിർത്തുന്നതും. അപ്പോൾ ഒരു അമൃത ഷെർഗിലിൻ്റെ ഓർമ്മകൾ എവിടെയോ ഉണ്ട് ആ ക്യാരക്ടറിൽ. അവർക്ക് ചില പേടികളുണ്ട്. അവരുടെ അബോധമാണ് അവരെ കുറേ നയിക്കുന്നത്. അപ്പോൾ പേടി പാരനോയ, ബേസിക്കലി ഒരു പാരനോയിഡ് സ്കിസോഫ്രേനിയ പോലത്തെ ഒരു അസുഖം ഉള്ളൊരു പെൺകുട്ടിയായിട്ടും കൂടിയാണ് മാളവിക. അപ്പോൾ ഈ മാളവികയ്ക്ക് ചില പേടികളുണ്ട്. മാളവിക യേശു അപ്പോൾ മാളവികയുടെ പാരനോയയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, റിൽക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ കവിയുണ്ടല്ലോ. അപ്പോൾ റിൽക്കയുടെ ബ്രദർ ഒരു നാസി പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ അയാൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മാളവികയുടെ അതാണ് പാരനോയ അവരുടെ. അപ്പോൾ ഈ അയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അഭയം ഉള്ളത് യേശുവാണ്. അപ്പോൾ യേശു മാളവികയോട് സംസാരിക്കും. അപ്പോൾ യേശു ജെസിക്കയോടും സംസാരിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും, മാളവികയ്ക്കും ജെസിക്കയ്ക്കും തമ്മിൽ ഒരു വളരെ പിന്നെ കപ്പിത്താൻ്റെ മകളാണ് ജെസിക്ക. ഇവിടെ കപ്പലാശാരിമാരുടെ ലോകമാണ് ഈ കൊച്ചിയിലത്തെ ഒരു പ്രധാന ഘടകം ഈ നോവലിൻ്റെ. കപ്പലാശാരിമാരുടെ ലോകമാണ്. അപ്പോൾ കടല് ഒരു പോർട്ട് ടൗൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ ഓർമ്മകൾ. അപ്പോൾ ഈ എന്തുകൊണ്ടോ എനിക്ക് കപ്പിത്താൻ്റെ മകൾ ആക്ച്വലി ലണ്ടൻ ബത്തേരിയുമായിട്ട് വളരെ ഏറ്റവും അടുത്ത ബന്ധമുള്ള കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാളവിക ജെസിക്കയുടെ നമ്മളതിൻ്റെ കഥാപാത്രങ്ങളുടെ ആർക്കിയോളജി കുഴിക്കുക, ഒരു കഥാപാത്രത്തിനെ കുറിച്ച് എല്ലുകളൊക്കെ നോക്കുമ്പോൾ DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ ആരുടെയൊക്കെ ജീൻ അതിലുണ്ടാവും നോക്കുമ്പോൾ അതിലിത്തിരി മാളവികയുടെ ജീൻ ഉണ്ടാവുന്നൊരു സംശയം. അതിന് മുമ്പേ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കി പറയുന്നത് എന്നതിനെ പറ്റിയൊന്നും പറയാം. അതൊരു നല്ല എക്സ്പീരിയൻസും ആയിരുന്നില്ല. അതുകൊണ്ടാണ് പറയണത്. ഈ നോവലിൻ്റെ ഒരു ഭാഗത്ത് ഇവർ അമൃത ഷെർഗിലിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. അമൃത ഷെർഗിൽ കൊച്ചിയിൽ വന്ന് താമസിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ സത്യമാണ്. അമൃത ഷെർഗിൽ കൊച്ചി വന്നു താമസിച്ച് അന്നത്തെ കേരളത്തിലെ ഏക 5 സ്റ്റാർ ഹോട്ടലായ മലബാർ ഹോട്ടലിലാണ്, ഇന്നത്തെ താജ് മലബാർ. അവിടെ താമസിച്ചു. അവർ പ്രസിദ്ധമായിട്ടുള്ള 1 or 2 പെയിൻറ്റിങ്ങൾ, ബ്രഹ്മചാരിൻസ്, ബ്രൈഡ്സ് ടോയ്ലറ്റ്, ഇതെല്ലാം വരയ്ക്കപ്പെട്ടതും കൊച്ചിയിൽ വെച്ചാണ് എന്ന് പറയപ്പെടുന്നു. ഇത്രയും ചരിത്ര വസ്തുതകളാണ്. അപ്പം അതിനുശേഷം ഈ ജെസിക്കയുടെ ഗ്രാൻഡ് ഫാദറിനെ കണ്ട അമൃത ഷെർഗിൽ ആകൃഷ്ടനാകുന്ന
ഒരു രംഗമുണ്ട്. അവർക്ക് ശാരീരികമായിട്ട് ജെസിക്കയുടെ ഗ്രാൻഡ് ഫാദറിന് അമിത ഷെർഗിലിന് ഇഷ്ടപ്പെടുന്നതും കൂടുതൽ ആവേശത്തോടെ ഇഷ്ടപ്പെടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അമൃത ഷെർഗിലിൻ്റെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ എന്നോട് ഒട്ടും സന്തോഷകരമല്ലാത്ത രീതിയിലാണ് പെരുമാറിയത്. അതൊന്ന് പല സത്യം പറഞ്ഞ ഒരു എഴുത്തുകാരൻ്റെ ഇത് മൂലധനം, അത് പദാവലി ആയാലും തീമായാലും എല്ലാം വളരെ ലിമിറ്റഡാണ്. ഒരു സീമിതമായിട്ടുള്ള ഒരു സഞ്ചയത്തിൻ്റെ അകത്താണ്. ഇത് എത്രത്തോളം വികസിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൽ തന്നെയാണ് ഇത് ഒരു എഴുത്തുകാരൻ്റെ വിജയം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പല കഥകളിൽ ഇത് അനുരണനങ്ങൾ ഇതിൽ കാണും. അതിൽ കാരണം ഒരു 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 കോർ ആയിട്ടുള്ള ഒരു ചിന്തയുണ്ട്, ഒരു ഖനിയുണ്ട്. അതിന്ന് ഖനിച്ചെടുക്കുകയാണ്. പല വാക്കുകളും പല കഥകളിലും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചില ഇമേജസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തീംസ് റിപ്പീറ്റ് ചെയ്യും. അത് സാധാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 1950 തൊട്ടുള്ള ഒരു കാലമാണ്. മനോജാണെങ്കിൽ അതിന് വളരെ പുറകെ സംഘകാലത്തേക്ക് പോയി. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞെങ്കിൽ അത് അല്ലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അല്ല, അത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. കാരണം കേരളത്തിൻ്റെ ഒരു സമകാലിക അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ ചരിത്രത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണതകളുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സംഗതിക്കും ചരിത്രത്തിൻ്റെ ഒരു വലിയ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഭാരമോ ഉണ്ട്. അപ്പോൾ ഏത് നമ്മൾ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ച പോലും അതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് സംഘകാലം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തിൻ്റെ അപ്പം ഞാനിത് വേറൊരു തരത്തിൽ ചോദിക്കാം. അതായത് ഇപ്പോൾ ഈ സംഘകാലം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുവരെ നമ്മൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത സംഘകാലം പോലൊരു സംഗതിയെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ഒരു റിസർച്ചിൻ്റെ ആവശ്യം വേണ്ടി വരാറുണ്ട്. അപ്പോൾ അക്കാലത്തെ ഭാഷ എങ്ങനെ വേണം, പ്രത്യേകിച്ച് രണ്ടാമത്തെ നോവൽ എഴുതുമ്പോൾ, ഒരു മുറിനാവ് എന്ന് പറയുന്ന നോവൽ എഴുതുമ്പോൾ 8-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും കഥാപാത്രങ്ങളുടെ ഭാഷ എങ്ങനെ വേണം എന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ ഒരു സംഘർഷവും ഒക്കെ അങ്ങനെയുള്ള അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലണ്ടൻ ബത്തേരി വായിച്ചപ്പോഴേ അതിൽ ഈ ലത്തീൻ കത്തോലിക്കരുടെ ഭാഷ അത് വളരെ അത് വായിക്കുന്ന സമയത്ത് നമുക്കത് ചെവിയിൽ കേൾക്കുന്ന ആ ഒരു അനുഭവത്തോടുകൂടി തന്നെ അതിൽ ആ ഭാഷ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ 50 വർഷം മുൻപത്തെ ഈ ലത്തീൻ കത്തോലിക്കരുടെ ഭാഷയിൽ നിന്ന് നമ്മളിപ്പോൾ ഇരുന്നിട്ട് എഴുതുന്ന ഒരു സമയത്തെ ഭാഷ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സംഗതി നോവലിൽ എനിക്ക് അതിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടുകളൊന്ന് പറയാം. ഇല്ല, ആദ്യമായിട്ട് ആമുഖമായിട്ട് പറയേണ്ടത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ചുള്ള ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവങ്ങളിൽ ഒന്നാണ് മതം മാറ്റം. കാരണം 16-17 നൂറ്റാണ്ടിൽ കേരളത്തിലെ കീഴാളവർഗർ, താഴ്ന്ന ജാതിക്കാർ അസഹ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അപ്പോഴാണ് വടക്കൻ കേരളത്തിലെ അതിൽപ്പെട്ട പലരും മുസ്ലിങ്ങളായതും കൊച്ചിയിലും ഒരർത്ഥത്തിൽ തിരുവിതാംകൂറിൽ മറ്റു കൂടുതലായിട്ട് ജർമ്മൻ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറീസാണ് വന്നത്. കൊച്ചിയിൽ സെൻറ്റ് ഫ്രാൻസിസ് തുടങ്ങിയ വലിയ മിഷണറി പ്രവർത്തകർ ലക്ഷക്കണക്കിന് ആൾക്കാരെ മതം മാറ്റി. ഈ ഒരു മതം മാറ്റ പ്രക്രിയ രേഖപ്പെടുത്താത്ത നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിലൊരു പക്ഷേ ഏറ്റവും വലിയ കാരണം ഇന്ന് അവരുടെ 6-ാമത്തെ 7-ാമത്തെ തലമുറയാണ്. അവർ സാമൂഹികമായിട്ട് വളരെയധികം ഉയർന്നു കഴിഞ്ഞാൽ അതിനുള്ള കാരണം അന്നെടുത്ത ഒരു തീരുമാനമാണ്. ഇത് എന്നെ വളരെ കാലം മുമ്പ് തന്നെ ആകർഷിച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന് ഈ ചവിട്ടുനാടകമാണ്. ഈ ക്രിയോൾ ഭാഷകൾ, ഈ യൂറോപ്യൻ ഭാഷയും നാടൻ ഭാഷയും ചേർന്ന് ഉണ്ടാവുന്ന
ഇത് ഭാഷകൾ ഈ തീരപ്രദേശത്ത് മുഴുവൻ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമായിരുന്നു ചവിട്ടുനാടകം. ചവിട്ടുനാടകത്തിൽ സത്യം പറഞ്ഞാൽ ആപ്പാട് ഒരു ചവിട്ടുനാടകമുള്ളൂ, ഒരു കഥകളി എന്ന പോലെ നളചരിതം. ഒരു ചവിട്ടുനാടകം കാറൽസ്മാനാണ്. അപ്പം അതിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ തമിഴുണ്ട്, ലത്തീനുണ്ട് ധാരാളമായിട്ട്, അതുപോലെ തന്നെ മലയാളം വളരെ കുറച്ചേ ഉള്ളൂ. ഇത്തരമുള്ള ഒരു ക്രിയോളൈസേഷൻ ഈ ഭാഷയിലും ഇവരുടെ ഇടയിലും വളരെയധികം കാലമായിട്ട് ഇവർ സംസാരിക്കുന്ന ഭാഷയും ഇത്തരമായിരുന്നു. ഇത് തന്നെ വളരെ കാലമായിട്ട് ആകർഷിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ ഭാഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംസ്കൃതവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് അപകർഷബോധം നൽകിയിരുന്ന ഒരു സമയത്താണ് ഈ പുസ്തകം എഴുതേണ്ടി വന്നത്. അപ്പോൾ അത് പിടിച്ചെടുക്കാൻ, കാരണം അത് സംസാരിച്ചിരുന്ന അൺസെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരല്ല യേശുദാസ് സംസാരിക്കുന്ന പോലെ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇത് വീണ്ടും കേൾക്കുക എന്നുള്ളതൊരു ആവശ്യം, അതിനുവേണ്ടി താമസിച്ചു. പിന്നെ മറ്റൊന്ന് കടലിനെ കുറിച്ചുള്ള സങ്കല്പമാണ്. ഇപ്പം കടലിനെ കുറിച്ചുള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ കെ എം പണിക്കർ. ഇപ്പോൾ ഇന്ത്യ ആൻഡ് ദ വെസ്റ്റേൺ ഡോമിനൻസിൽ കടലിനെ കണ്ടത് ഇന്ത്യൻ ഉപദ്വീപിന് ചുറ്റും കെട്ടപ്പെട്ട ഒരു വൻ കോട്ടയായിട്ടാണ്. ഇവിടെ ഹിമാലയം, വടക്ക് ഹിമാലയം പോലെ ഇന്ത്യയെ കാത്തു സൂക്ഷിച്ച ഒരു വലിയ കിടങ്ങായിരുന്നു കടലെന്നാണ് കണ്ടത്. പക്ഷെ ഞാൻ കടലിനെ കണ്ടത് ഒരുപക്ഷെ ചരിത്രപരമായിട്ട് കൂടുതൽ സത്യം ഈ കടൽ തികച്ചും വളരെ പോറസായിട്ടുള്ള, വളരെ പുള്ളി വീണിട്ടുള്ള നമ്മുടെ തീരപ്രദേശത്തോട് സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ്. ഈ ഒരു കാഴ്ചപ്പാടും കൂടി വയ്ക്കാനുള്ള ശ്രമം ഈ നോവലിലുണ്ടായിരുന്നു. 15 മിനിറ്റിൻ്റെ സുവിധ. അല്ല, അപ്പൊ ഈ ചവിട്ടുനാടകത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ ഇതില് സാന്ത്യാഗോ അല്ലേ, സാന്ത്യാഗോ കാറൽമാൻ ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ് ബേസിക്കലി ചവിട്ടുനാടകത്തിൻ്റെ. പക്ഷേ സന്ത്യാഗോ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും, പുതിയ കഥകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിലൊരെണ്ണം സന്ത്യാഗോ ഇടതുവശത്തേക്ക് ചാടി കുനിഞ്ഞു നിന്ന് പാടി കാപ്പാറ്റി തന്നെത്താൻ കാന്തി മഹാൻ. അപ്പോൾ ഗാന്ധിയെയും ഗോഡ്സെയും കുറിച്ചിട്ടുള്ള ഒരു ചവിട്ടുനാടകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ. അപ്പോൾ ഇതിന് വല്ല ഇസ് ദർ എനി ഫാക്ച്വൽ ബേസിസ് ഇതിൽ ഇങ്ങനത്തെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ശരിക്ക് ഭയങ്കര രസമാണ് കേട്ടോ ഇതിൻ്റെ. ഇടതുവശത്ത് ചെന്ന് നീളത്തിൽ ചാടിക്കൊണ്ട് സന്ത്യാഗോ, റാഞ്ചിപ്പറന്തേൻ കാന്തി മഹാൻ. വലതു സന്ത്യാഗോ, തുപ്പാക്കിയിലുണ്ട തീർന്നേൻ ഗോഡ്സെ തുഷ്ടൻ. അപ്പത്താൻ തണ്ടെടുത്തേൻ കാന്തി മഹാൻ. വേണ്ട വേണ്ടയ്യ കാന്തിയയ്യ ഗോഡ്സെ ദുഷ്ടൻ. അപ്പോൾ ഇതിൽ അതിൻ്റെ ആ ഭാഷയുടെ ഈ തമിഴും ലത്തീനും ഒക്കെ കലർന്നിട്ടുള്ളൊരു ചവിട്ടുനാടകത്തിൻ്റെ ഭാഷയും പിന്നെ താങ്കൾ എഴുതിയതാണല്ലോ ഈ ചവിട്ടുനാടകം. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ഇത് ചവിട്ടുനാടകത്തിന് അപ്പോൾ ക്ലിയർലി നിങ്ങൾ ഇത് റിസർച്ച് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് താമസിക്കുമ്പോൾ ഈ ചവിട്ടുനാടക ഇപ്പോഴും നമ്മുടെ ഫോക്ക് പാരമ്പര്യങ്ങളിൽ ആക്ച്വലി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തിയേറ്ററിക്കൽ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആക്ച്വലി ചവിട്ടുനാടകം. ശരിക്ക് അത് ഇപ്പോൾ നടക്കുന്ന ചവിട്ടുനാടകങ്ങൾ നവീകരിക്കപ്പെടുന്നുണ്ടോ? കാറൽമാൻ ചരിത്രത്തിനപ്പുറം പോകുന്നുണ്ടോ ഇപ്പോഴത്തെ ചവിട്ടുനാടകങ്ങൾ? പിന്നെ താങ്കൾ എന്താണ് ഇതിനു വേണ്ടി താങ്കൾ എഴുതിയ ചവിട്ടുനാടകം? അതിനോടനുബന്ധമായിട്ട് ഒരു ചെറിയ സംഗതി കൂടി. അതിൽ ഗാന്ധി ഗോഡ്സയെ കൊല്ലുകയാണ്. ഗോഡ്സെ ഗാന്ധിയല്ല, ഗാന്ധി ഗോഡ്സയെ കൊല്ലുകയാണ് അതിൽ, ആ ചവിട്ടുനാടകത്തിൽ. മാത്രമല്ല ചവിട്ടുനാടകത്തിൽ തന്നെ നേരത്തെ ഉള്ളതെന്ന് വെച്ചാൽ ശരിക്കും കാറൽമാൻ ചക്രവർത്തിയുടെ ആ ഒരു സംഗതി കാറൽമാനായിട്ട് വരുമ്പോഴേക്കും ഈ വാസ്തവത്തിൽ കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, എങ്കിലും കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിട്ട് ഈ കഥയിൽ വരുന്നത്. അങ്ങനെ ചരിത്രത്തെ നേരത്തെ ആദ്യം പറഞ്ഞ ടോപ്പിക്കിൽ തിരിച്ചെത്തുകയാണെങ്കിൽ ചരിത്രത്തെ ഇതുപോലെ
മറ്റൊന്നാക്കി മാറ്റാനും അല്ലെങ്കിൽ ഒറ്റയാന്മാർ നിർമ്മിക്കുന്ന ചരിത്രം വേറൊരു ചരിത്രം അങ്ങനെയുള്ളൊരു തരത്തിലേ ഈ ഭാഷയുടെയും പ്രത്യേകിച്ച് ചവിട്ടുനാടകത്തിൻ്റെ ഒരു പശ്ചാത്തലം, കഥാപ്രസംഗത്തിൻ്റെ ഒരു പശ്ചാത്തലം, ഇതെല്ലാം ഇങ്ങനെ ഈ ചരിത്രത്തെ മറ്റൊന്നാക്കി മാറ്റാനായിട്ട് അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുമായിട്ട് അനുബന്ധമായിട്ട് ചോദിച്ചെന്നുള്ളൂ, അതുകൂടി ചേർത്ത് വെച്ചിട്ടൊന്ന്. ഇത് ആ ചവിട്ടുനാടകം അല്ല പ്രാധാന്യം, അതിൻ്റെ പശ്ചാത്തലമാണ്. കാരണം ഈ കൊച്ചിയിലും പരിസര പ്രദേശത്ത് ഏറ്റവും വലിയ സാംസ്കാരിക സ്ഥാപനങ്ങൾ അന്നത്തെ കാലത്ത് കള്ളു ഷോപ്പുകളായിരുന്നു. ഇത്തരം ഒരു കള്ളു ഷോപ്പിലാണ്, ഈ കള്ളു ഷോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ കള്ളു ഷോപ്പാണ്. ഒരുപക്ഷെ അക്കാഡമിയൊക്കെ പോലെ പ്രസിദ്ധമായൊരു കള്ളു ഷോപ്പാണ്. ഈ മുണ്ടശ്ശേരി മാഷ് മടിയിൽ മുറുക്കാൻ ചെല്ലും വെച്ച് മച്ചുവായിൽ അവിടെ ചെന്ന് കള്ളു കുടിച്ചിരുന്നു. ചങ്ങമ്പുഴ എടപ്പള്ളിയിൽ നിന്ന് നടന്നു ചെന്ന് അപ്പം അവിടെ ഈ കള്ളു ഷോപ്പിലുണ്ടാകും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നാടക സാധ്യത മാത്രമാണിത്. രണ്ടാമത്തത്, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഈ ചരിത്രം മുഴുവൻ കാറൽമാൻ ചരിത്രത്തിൽ, അതായത് കോൺസ്റ്റന്റീൻ ചക്രവർത്തി, ഇനി വളരെ ശേഷമാണ് കുരിശുയുദ്ധം വരുന്നത്. എന്നിട്ട് കുരിശുയുദ്ധവും ഇത് കാറൽമാനും തമ്മിൽ ബന്ധിക്കുക. അത് കഴിഞ്ഞ് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ടർക്കിയിലെ സുൽത്താൻ. അപ്പോൾ ഈ ടർക്കിയിലെ സുൽത്താൻ്റെ മകളും കാറൽമാൻ്റെ, ഇതിലെ പ്രധാന കഥാപാത്രം കാറൽമാൻ അല്ല, കാറൽമാൻ്റെ സേനാധിപനായ ഓർലാൻഡോ എന്ന് പറഞ്ഞാണ്. ഓർലാൻഡോയുടെയും കാറൽമാൻ്റെയും കഥയാണ്. ഓർലാൻഡോ ടർക്കിയിലെ സുൽത്താനിൻ്റെ മകളുമായിട്ട് പ്രേമിക്കുക തുടങ്ങി ഒരു 3 നൂറ്റാണ്ടിലെ ചരിത്രം മുഴുവൻ കശക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാറൽമാൻ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള കാരണം ഞാൻ അന്വേഷിച്ചു പോയപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു 15-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ടോ, ഒർലാൻഡോ ഫ്യൂരിയാസോ, ഒർലാൻഡോയ്ക്ക് എന്തുകൊണ്ട് ദേഷ്യം വന്നു. അത് യൂറോപ്പിൽ മുഴുവൻ ഇത് കുരിശുദ്ധ കാലത്തെല്ലാം വളരെയധികം പ്രചരിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു, ലെജൻഡായിരുന്നു. ഇത് തന്നെ ഇംഗ്ലീഷിലേക്ക് ലെജൻഡ്സ് ഓഫ് ഓർലാൻഡ്, റോളൻഡ് എന്നുള്ള പേരിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ കൊച്ചിയിലെത്തി, ഇതാണ് കാറൽമാൻ്റെ അടിസ്ഥാനം, ഇതെങ്ങനെ കൊച്ചിയിലെത്തി എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം 1958 മറ്റോ ആദ്യമായിട്ട് ചവിട്ട് നാടകം നെഹ്റുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയായി. അപ്പം നെഹ്റു വളരെ ഉത്തേജിതനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ന്യൂയോർക്ക് ടൈംസിൻ്റെ ടൈമിൻ്റെയൊക്കെ ലേഖകരോട് പറഞ്ഞു, യൂറോപ്യൻ ലെജൻസി ഞങ്ങളുടെ കേരളത്തിൽ പണ്ടുപോലൊക്കെ ഉണ്ടെന്ന്. അപ്പം ഇതൊരു വലിയ ഒരു കൊണൻഡ്രമാണ്, ഒരു പ്രഹേളികയാണ്. എങ്ങനെ ഈ യൂറോപ്യൻ ലെജൻഡ് കേരളത്തിൽ വന്നു? പക്ഷേ അതിനുള്ള പ്രധാന ഒരു കാരണം ഇത് എഴുതിയത് ഇറ്റാലിയനിലാണ്. മറ്റേ കൊച്ചിയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള സന്യാസി സമൂഹം ഇറ്റലി ബേസ്ഡ് ആയിട്ടുള്ള ഉണ്ടായിരുന്ന കാർമലൈറ്റ്സ് ആണ്. പക്ഷെ അതായിരിക്കും കാരണം. ഭാഷയുടെ നവീകരണം ഇതിൽ പല പല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന് വീണ്ടെടുക്കലുകളിൽ കൂടിയാണ്. ഈ സംസാര ഭാഷയുടെ, ലത്തീൻ ക്രിസ്ത്യൻസിൻ്റെ സംസാര ഭാഷയുടെ ഒരു എന്താ പറയുക, അതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം താങ്കൾ ചെയ്യുന്നുണ്ട് കാര്യമായിട്ട്. അതിൻ്റെ ഒരു ആവശ്യം വേണ്ടി വന്നു എന്നുള്ളൊരു തോന്നൽ, അത് തന്നെ ഒരു ചരിത്രപരമായ തോന്നലാണ്. അത് വെറുതെ ഉള്ളൊരു തോന്നലല്ലോ. അതും ദാറ്റ് തോട്ട് ഇറ്റ് സെൽഫ് ഇസ് എ ഹിസ്റ്റോറിക്കൽ തോട്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഷയിൽ ബൈബിളിൻ്റെ മലയാളം വളരെ വളരെ ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഈ നോവൽ വായിക്കുമ്പോൾ ബൈബിളിൻ്റെ മലയാളം അറിയുന്നവർക്ക് ഈ നോവല് കുറേയും കൂടിയും എന്താ പറയുക, റെസൊനൻസസ്, അതിൻ്റെ മുഴക്കങ്ങൾ ആക്ച്വലി ഇതിലിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഇത് ഇങ്ങനെ ഈ ലുത്തിനിയ എന്നുള്ള വാക്ക് തന്നെ, ലിറ്റനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റുകളും കൂടിയാണ് ലിറ്റനി അല്ലേ. എന്ന് വെച്ചാൽ അത്
എണ്ണം പറഞ്ഞ് ഉണ്ടാക്കുന്ന സാധനമാണ് ലിറ്റനി. അപ്പോൾ ഈ ഇതിൽ ഭാഷ അക്ഷരഭാഷ മാത്രമല്ല, അക്കങ്ങളുടെ ഭാഷയുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ നോവലിൻ്റെ ഒരു റാഡിക്കൽ ന്യൂനെസ്, അതിൻ്റെ ഒരു വളരെ നവീനമായിട്ടുള്ളൊരു പുതിയൊരു സാധനം എങ്ങനെയാണ് ഈ ഇന്ത്യൻ നോവലിൽ തന്നെ ഇതൊരു വലിയൊരു ഇൻ്റർവെൻഷൻ ആവുന്നത്. അത് എഴുത്ത് ഭാഷയ്ക്ക് അപ്പുറത്ത് സംസാര ഭാഷയ്ക്ക് പോയി എന്നുള്ളതൊരു കാര്യം. പക്ഷേ പിന്നെ പലതരത്തിലുള്ള ഭാഷകൾ, ബൈബിളിൻ്റെ ഭാഷ, ചവിട്ടുനാടകത്തിൻ്റെ ഭാഷ, കഥാപ്രസംഗത്തിൻ്റെ ഭാഷ, മുദ്രാവാക്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങളുടെ ഭാഷ, ബിരിയാണി റെസിപ്പി, മറ്റേത് മറിച്ചത്. അപ്പോൾ പലതരത്തിലുള്ള പദങ്ങൾ, ശബ്ദങ്ങൾ, ക്രിയാശബ്ദങ്ങളുടെ മാത്രമായിട്ടുള്ളൊരു ഫുൾ അധ്യായം ഓൾമോസ്റ്റ്. ഇങ്ങനെ ഭാഷ കൊണ്ടുള്ള ഭയങ്കര കളി നടത്തുന്നുണ്ട് താങ്കളിവിടെ. അപ്പോൾ അതിൽ ഈ ലുത്തിനിയ, അപ്പോൾ ടു കം ബാക്ക് ടു ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക്, ലണ്ടൻ ബത്തേരി, ലണ്ടൻ എന്ന് വെച്ചാൽ ഡച്ച്, ബത്തേരി ബാറ്ററി ഫോർട്ട്, ലുത്തിനിയ. അപ്പോൾ ഈ ലുത്തിനിയ, അപ്പോൾ ഇത് ഉദാഹരണത്തിന് ഇതിൽ പുണ്യാളന്മാരുടെ ഒരു ലിസ്റ്റിൻ്റെ ഒരു സംഭവമുണ്ട്, ലിറ്റനി ഉണ്ട് ഇതിൽ. പരിശുദ്ധ മറിയമേ ഞാൻ പറഞ്ഞു, ഓളങ്ങൾ മറുപടി പറഞ്ഞു ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തമ്പുരാൻ്റെ പുണ്യജനനി ഓളങ്ങൾ മറുപടി പറഞ്ഞു ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മിഖായേലെ ഞാൻ പറഞ്ഞു, ഓളങ്ങൾ പറഞ്ഞു ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഗൗറിയലെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ അന്ത്രയോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ തോമായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇങ്ങനെ ഒരു ഭയങ്കര സൗണ്ടിൻ്റെ ഒരു വേൾഡ്, ശബ്ദങ്ങളുടെ ഒരു വലിയൊരു ലോകം, ചർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ, പിന്നെ റേഡിയോ പാട്ടുകളുടെ ശബ്ദങ്ങൾ. ബാബുൽ മോര എന്ന് പറഞ്ഞിട്ടൊരു ഒരു സെക്ഷൻ തന്നെയുണ്ട് ഇതിൻ്റെ. കുന്ദൻ മ്യൂസിക് ക്ലബ്ബ്, KL സൈകളുടെ ഓർമ്മയിലുണ്ടാക്കിയിട്ടുള്ള കുന്ദൻ മ്യൂസിക് ക്ലബ്ബ്, ഫോർട്ട് കൊച്ചിയിലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം. ഇങ്ങനെ ഭയങ്കര ഇതിനൊരു സൗണ്ട് ട്രാക്ക് ഉണ്ട് ഈ നോവലിന്. സൗണ്ട് ട്രാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ കൂടിയൊക്കെയാണ് ഈ ഭാഷ നവീകരിക്കപ്പെടുന്നത്. ഇറ്റ്സ് ഓൾസോ ഇൻ ഇൻറ്ററാക്ഷൻ വിത്ത് അതർ സെൻസസ്. ഇത് ശബ്ദം, പിന്നെ ബിരിയാണിയുടെ വാസന, അത്തറിൻ്റെ വാസന, മണങ്ങളുണ്ട്, ടച്ച് ഉണ്ട്, തൊടൽ. അതിൽ സ്പർശം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തുടക്കത്തിൽ തന്നെ വസൂരിക്ക് കുത്തിവെക്കാൻ വരുന്ന ആൾക്കാർ ഈ ദ്വീപിൽ വന്ന് എത്തുന്നതാണ് തുടക്കം തന്നെ. അപ്പോൾ വസൂരിക്കുള്ള കുത്തിവയ്പ്പിൻ്റെ ഒരു ഭയങ്കര വേദന ഉണ്ടല്ലോ, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കുട്ടിക്കാലത്ത്. അപ്പോൾ പിന്നെ പലതരത്തിലുള്ള ശരീരത്തിൻ്റെ തൊടൽ, പലതരത്തിലുള്ള സ്പർശങ്ങളുടെ ഓർമ്മ, ഇങ്ങനെ ഒരു വലിയൊരു ലോകം താങ്കൾ സൃഷ്ടിക്കുകയാണ് ഭാഷയിൽ കൂടി. എല്ലാ സെൻസസിൻ്റെയും ഒരു സിനസ്തേസ്യ പോലെ തന്നെ ആക്ച്വലി പിന്നെ പലതരത്തിലുള്ള കലകൾ, അതിൽ തിയേറ്റർ, മ്യൂസിക്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ലോകമാണ്. ആ ലോകം, എനിക്കൊരു ചോദ്യമുണ്ട്, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമ്മുടെ മലയാള കഥയിൽ ആധുനികത ഉണ്ടാവുന്നത് പ്രവാസികൾ എഴുതുന്ന കഥകളിൽ നിന്നാണ്. OV വിജയൻ, സക്കറിയ, മുകുന്ദൻ, NS മാധവൻ, എല്ലാവരും എടുത്തു നോക്കിക്കൊള്ളുക, ഓൾമോസ്റ്റ് എവ്രി വൺ. ആധുനിക മലയാള കഥ എന്ന് പറഞ്ഞ സാധനം ബേസിക്കലി ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളൊരു സാധനം മറ്റുമാണ്. അപ്പോൾ ഈ പ്രവാസികൾ എന്ന് വെച്ചാൽ ഹൗ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഇസ് എന്ന് വെച്ചാൽ ഈ പ്രവാസത്തിനെ കുറിച്ചല്ല എൻ്റെ ചോദ്യം, ഭാഷയെക്കുറിച്ചാണ്. വേറെ ഭാഷ, ഇത് മനോജ് താങ്കളും ഒന്ന് പ്രതികരിച്ചാൽ നന്നായിരിക്കും. വേറെ ഭാഷകളുടെ ലോകങ്ങൾ ഒരു റൈറ്ററിന് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ്സ് വെരി വെരി സിഗ്നിഫിക്കൻറ്റ്. ഒരു ഭാഷയിൽ അധികം ലോകങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്, അങ്ങനെ മാത്രമേ നമുക്ക് സ്വന്തം ഭാഷയെ നവീകരിക്കാൻ പറ്റൂ. വേറെ ഭാഷയുടെ അനുഭവങ്ങൾ, വേറെ ഭാഷകളുടെ, വേറെ സംസ്കാരങ്ങളുടെ ലോകം. താങ്കളുടെ ബീഹാർ, ഡൽഹി, ഇതെല്ലാം, പിന്നെ താങ്കൾ വിദേശത്ത് നടത്തിയ യാത്രകൾ, ഈ ലോകങ്ങളെല്ലാം ഇതിൽ താങ്കൾ കഥ നവീകരിക്കുന്നത് ആക്ച്വലി ഈ പ്രവാസത്തിൻ്റെയും ബാക്കി സംസ്കാരങ്ങളും ഭാഷകളോടുള്ളൊരു ഇടപെടലുകളും കൂടിയാണ് അത് വരുന്നത്. മനോജ് ഉദാഹരണത്തിന്, മനോജിന് പല ഭാഷകൾ അറിയാം. മനോജ് ഇങ്ങനെ പാവമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും
മനോജ് വലിയ പണ്ഡിതനാണ്. സംസ്കൃതം, തമിഴ് പലതും അറിയാം, ബംഗാളി എന്തൊക്കെയോ അറിയാം കേട്ടോ മനോജിന്. അപ്പോൾ ഈ പല ഭാഷകൾ തരുന്നൊരു വലിയ ലോകമുണ്ടല്ലോ. അത് ഇംഗ്ലീഷിൽ വായിക്കുക എന്നുള്ളത് മാത്രമല്ല, ദിസ് ഇൻഹാബിറ്റിംഗ് അതർ ലാംഗ്വേജസ്, വേറെ ഭാഷകളിൽ ജീവിക്കുക. ഹിന്ദിയിൽ ബീഹാറിൽ ജീവിക്കുക, അല്ലെങ്കിൽ ഹിന്ദിയിൽ ഉറുദുവിലും ഹിന്ദിയിലും ഡൽഹിയിൽ ജീവിക്കുക. ഇത് ആനന്ദിൻ്റെയൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ചില കഥകൾ വായിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദിയിൽ നിന്ന് തർജ്ജമ ചെയ്തതാണോ എന്ന് തോന്നും. അപ്പോൾ ഈ വേറെ ഭാഷകളുടെ താങ്കളുടെ ഈ സംഘകാല ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ള നോട്ട് ജസ്റ്റ് റിസർച്ച്, പക്ഷേ ഈ തമിഴിൻ്റെ ലോകം. സവിത, അതിപ്പോഴത്തെ ഇപ്പോൾ ഒരു സമയം തീരാർത്ഥം കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അതിനോട് പ്രതികരിക്കുന്നില്ല. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള അതെ, പക്ഷെ താങ്കൾക്ക് മറുപടി ഇത് ഇന്നത്തെ കേരളത്തിൽ നടക്കുന്ന എഴുത്തിന് ഇതിൻ്റെ ഒരു കുറവുണ്ടോയെന്ന് എനിക്കൊരു സ്വയം സംശയമുണ്ട്. വേറെ ഭാഷകളോടും വേറെ സംസ്കാരങ്ങളോടുമുള്ള ഒരു ഡീപ്പ് എൻഗേജ്മെൻറ്റ്, ഒരു ഇൻഹാബിറ്റിംഗ്, അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന, പിന്നെ മറ്റ് കലകളുമായിട്ടുള്ള സംവാദം. മനോജ് സ്വയം ഒരു സംഗീതകാരനാണ്. അപ്പോൾ എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ മറ്റ് കലകൾ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടേ എഴുത്ത് മാത്രം, ആർട്ടിസ്റ്റുകൾ കല കാണൽ മാത്രം, ഇങ്ങനെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ നവീകരണം, കലയുടെയും കഥയുടെയും നവീകരണം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പല കലകളുമായിട്ടുള്ള സംവാദങ്ങളും അറിവും വേണം. പിന്നെ വേറെ ഭാഷകളുടെ ഒരു കോണ്ടെക്സ്റ്റ്. ഇത് താങ്കൾക്കത് പ്രതികരിക്കാമോ? ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. 1980-ലാണ് എൻ്റെ പ്രവാസം തുടങ്ങിയത്. സബിത സൂചിപ്പിച്ച പോലെ അത് മലയാള ചെറുകഥയുടെ വസന്തത്തിലേക്ക് നയിച്ച പോലെ ഒന്നും അല്ല എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. കാരണം ഞാൻ താമസിച്ച സ്ഥലത്ത്, ഞാൻ താമസിച്ചത് ഡൽഹിയിലാണെങ്കിൽ തന്നെ മലയാള ഭാഷ വളരെയധികം എന്നിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ ഈ നീണ്ട ഒരു ഇടവേള എന്നൊക്കെ പറയണത് 1981-ലാണ് എൻ്റെ അവസാനത്തെ ആ കാലഘട്ടത്തിൽ ചെറുകഥ എഴുതുന്നത്, ചൂളമേട്ടിലെ ശവങ്ങൾ. പിന്നെ വരുന്നത് 10 വർഷത്തിന് ശേഷം ഇക്വിറ്റി. ഈ 2 കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഭാഷ പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു. കാരണം അന്ന് ടി വി ഇല്ല, STD തന്നെ വളരെയധികം കാത്തിരുന്ന് കിട്ടണം. പിന്നെ സംഭവിച്ചൊരു കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു ലിംഗ്വിസ്റ്റിക് കൺഫ്യൂഷൻ ഉണ്ടായി. അത് തിരിച്ച് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് വളരെയധികം മലയാളം എഴുതുന്നതിൽ ബുദ്ധിമുട്ടിച്ചാണ്. വളരെ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഉപന്യാസം എന്ന വാക്കിന് മലയാളത്തിൽ അർത്ഥം എസ്സേ എന്നാണ്, ഹിന്ദിയിൽ അർത്ഥം നോവൽ എന്നാണ്. നീതി എന്നുള്ള വാക്കിന് കേരളത്തിലെ അർത്ഥം ജസ്റ്റിസാണ്, ഇംഗ്ലീഷിലെ അർത്ഥം പോളിസിയാണ്. അപ്പോൾ ഞാൻ കേരളത്തിൽ കേരള ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് ബഡ്ജറ്റ് എഴുതുമ്പോൾ കരനീതി ടാക്സ് പോളിസി എന്നിട്ട് അവസാനം ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ എന്താ എഴുതൊരു പണ്ട് കഥയ്ക്ക് 1ാം സമ്മാനമൊക്കെ കിട്ടിയ ആളല്ലേ. അപ്പോൾ ഈ ലിംഗ്വിസ്റ്റിക് കൺഫ്യൂഷൻ കിട്ടി. പിന്നെ ലിംഗ്വിസ്റ്റിക് കൺഫ്യൂഷൻ വളരെ ഇന്നും അത് എന്നെ ബാധിക്കുന്ന. കാരണം ഈ സിമിലർ ഒരേ വാക്കിന് 2 അർത്ഥങ്ങളാണ് 2 ഭാഷയിലുള്ളത്. അത് എന്നോട് ആൾക്കാർ പറയുന്നത് ഇത് ഹിന്ദി അർത്ഥങ്ങളാണ് കൂടുതൽ ശരി, കാരണം അവരാണ് കൂടുതലായിട്ട് സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ച്. കാരണം അവിടെ ഒരു പ്രൊഫസർ രഘുബീർ സഹായി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് അവരുടെ NV കൃഷ്ണവാര്യർ. അദ്ദേഹം സംസ്കൃതത്തിലെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹമാണ് ഗ്ലോസറി തയ്യാറാക്കിയത്. അതൊന്ന്. രണ്ടാമത്തത് ഈ ഭാഷയ്ക്ക് ഉള്ളിലുള്ള ഇപ്പോൾ ഭോജ്പുരി, എനിക്ക് സാമാന്യം മനസ്സിലാവുന്ന ഭാഷയാണ്. ഭോജ്പുരി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേണ്ട് വെർബിന്
8 or 10 രൂപഭേദങ്ങളുണ്ട്. സമനോട് സംസാരിക്കുന്നു, താഴ്ന്നവനോട് സംസാരിക്കുന്നു, മുകളിലുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു, അധികാരത്തിലുള്ളവർ സംസാരിക്കുന്നു. ഇങ്ങനെ ഈ വെർബിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ സംഭാഷണത്തിൽ കൂടി രണ്ടുപേര് തമ്മിലുള്ള ബന്ധം മലയാളത്തിൽ ഇപ്പം അതില്ലാതായി തുടങ്ങിയിരിക്കുകയാണ്. ഒരു പക്ഷേ അന്നത്തെ കാലത്ത് 50കളിൽ ഈ നോവൽ എഴുതുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെയധികം സഹായിച്ചു. ഇതാണ് ഒരു ഇൻപുട്ട് കിട്ടിയത്. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എടുക്കാം, അതിനുള്ള സമയമുണ്ട്. എൻ.എസ്. മാധവൻ സാറിനോടാണ്. താങ്കളുടെ ഒഫീഷ്യൽ ലൈഫ് മിക്കവാറും നോർത്തിലായിരുന്നു. അപ്പോൾ വളരെ വേരീഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ഒരു 3.5 ഡെക്കേഡ്സ് ബീഹാറിലുണ്ടായിരുന്നു. ബീഹാർ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. പക്ഷേ ബീഹാറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ ലൈഫിനെ പറ്റിയിട്ട് കൂടുതലൊന്നും എഴുതി കണ്ടിട്ടില്ല. അപ്പോൾ അതെന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? ഇപ്പം ഇന്നലെ നടന്ന കാര്യം തന്നെ ബീഹാറിനെ കുറിച്ച് ഒന്നും എഴുതാൻ പറ്റില്ല. ടോട്ടലി അൺപ്രഡിക്റ്റബിൾ. മാഡം പറഞ്ഞത് ഈ എൻ.എസ്. മാധവനോടാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, എന്നോടല്ല. അല്ല, ഒരു വിശദീകരണത്തിനാണ്. ഈ ചെറുകഥകൾ ഡൽഹിയിലാണ് ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞ് മലയാളത്തെക്കാൾ മുമ്പ്, കാരണം മലയാളത്തിലെ അത്യന്താധുനിക ചെറുകഥകൾ വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് വന്ന ചെറുകഥകൾ ഏതാണ്? അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം. ആധുനികത, മോഡേണിസ്റ്റ് ഷോർട്ട് സ്റ്റോറി ഇൻ മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ മുഴുവനും ഓൾമോസ്റ്റ് ഡൽഹിയിലായിരുന്നു എന്നുള്ളൊരു തമാശയായിട്ട് പറഞ്ഞുള്ളൂ. തമാശ മാത്രമല്ല, അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രവാസ ജീവിതം നമ്മുടെ ഭാഷയെ എങ്ങനെ നവീകരിക്കുന്നു, മേക്ക് ഇറ്റ് ന്യൂ എന്നാണല്ലോ എസ്രാ പൗണ്ട് മോഡേണിസത്തിൻ്റെ ഒരു പ്രധാന സ്ലോഗൻ, മുദ്രാവാക്യം തന്നെ മേക്ക് ഇറ്റ് ന്യൂ, പുതുതാക്കൂ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പുതുതാക്കുക ഒരു കലയെ, ഒരു കല, ഒരു ജോണർ, ഒരു എഴുത്ത് എങ്ങനെയാണ് പുതുതാക്കുന്നത്? അത് വിത്ത് പുതിയ അനുഭവങ്ങൾ, പുതിയ സംസ്കാരങ്ങൾ, പുതിയ എൻകൗണ്ടേഴ്സ് വിത്ത് ഈ അതർ എന്നുള്ള സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇതിന്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അത് മാത്രം. അത് പക്ഷെ താങ്കളുടെ ആക്ച്വലി ഈ ഒരു ചോദ്യമുണ്ട്, ഈ സൗഹൃദങ്ങളുടെ ഒരു ചോദ്യമുണ്ട് വേറെ ഭാഷക്കാരുമായിട്ടുള്ള. കാരണം മലയാളികളുടെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട് മലയാളികൾക്ക്, ബാക്കിയുള്ള പ്രവാസികളെക്കാട്ടുള്ളൊരു ചെറിയൊരു കുഴപ്പം എന്താ വെച്ചാൽ എവിടെ പോയാലും മലയാളി സമാജങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അധികം ഈ മലയാളി സമാജങ്ങളിൽ ഈ കൾച്ചറൽ ഇവൻറ്റ്സ് നടക്കുന്നതൊക്കെ മലയാളികൾ തന്നെയായിരിക്കും. അപ്പോൾ ഒരു ഇൻസുലാരിറ്റി ഉള്ള പ്രവാസികളാണ് മലയാളികൾ. അത് പക്ഷെ അത് പൊതുവെ ഇന്ത്യൻ പ്രവാസികൾക്കുള്ളൊരു പ്രശ്നമാണ്. ഗുജറാത്തികളും പട്ടേൽമാരൊക്കെ അവരവരുടെ സഭകളൊക്കെ ഉണ്ടാവും. പക്ഷേ വൺ ഡസൻ കൺഫൈൻ വൺ സെൽഫ് ടു ആ കേരള സമാജവും മലയാളി സമാജവും മാത്രമല്ലല്ലോ. അപ്പോൾ ഈ സൗഹൃദങ്ങൾ അത് വേറെ എഴുത്തുകാരും വേറെ ഭാഷകളിലെ എഴുത്തുകാരും വേറെ ഭാഷകളിൽ ഉള്ള അതർ ആർട്ടിസ്റ്റ്, വെദർ ദേ മ്യൂസിഷ്യൻസ് ഓർ ഡാൻസേഴ്സ് ഓർ വോട്ടെവർ, അത് ഇങ്ങനത്തെ ഇതിൽ കൂടി ഉരുത്തിരിയുന്ന ഒരു സാധനം കൂടിയാണോ ഈ നവീനത, പുതുമ? തീർച്ചയായിട്ടും ആയിരിക്കും അത്. കാരണം അതൊരു ഓപ്പൺനെസ്സാണ് കാണിക്കുക. ഓപ്പൺനെസ്സിൽ നിന്ന് മാത്രമേ ആധുനികത വരാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ തന്നെ സാഹിത്യത്തിൽ ഒരു 1945 വരെ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ എല്ലാം തുടങ്ങിയത്. അപ്പോൾ ഇനി ചോദ്യങ്ങൾ അത്യാവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് ചോദ്യം വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അവസാനം അതാ ഒരു ചുരുക്കി ചോദിക്കൂ കേട്ടോ. മാധവൻ സാറിൻ്റെ എഴുത്തുകളിലേ പൊതുവെ തോന്നിയിട്ട് ഉപമ എന്നുള്ള അലങ്കാരത്തിനെ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വൻമരങ്ങൾ വീഴുമ്പോൾ എന്നുള്ളതിനകത്ത് പുറത്ത് രാത്രി അപ്പോൾ സൃഷ്ടിച്ച കടൽ പോലെ കിടന്നു, വാകീറി ദൈവം അതിന് ഇര കൊടുക്കാനിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ നേരത്തെ മാഡം സൂചിച്ച പോലെ തന്നെ ജലം നിറഞ്ഞ സ്ഥായി ആയിട്ടുള്ളൊരു ഭാവമാണ് ആ താങ്കളുടെ ഭാവനാ പ്രപഞ്ചത്തിൻ്റെ തന്നെ. ഇപ്പോൾ ഇതിനകത്ത് ലുത്തീനയിൽ പറയുന്നുണ്ട്, തുറമുഖത്തേക്ക് കപ്പൽ വരുന്നത് പോലെ അവൾ ഗർഭപാത്രത്തിൽ നിന്ന് യോനിമുഖത്തേക്ക് തള്ളി വരുന്നതിനെ പറ്റി, പ്രസവത്തിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഥയുടെ പേരെനിക്ക് ഓർമ്മയില്ല, കടലിൽ ചുഴികൾ രൂപം കൊള്ളുന്നത് പോലെ അവരുടെ മുല ഉരുണ്ട് തുടുക്കുന്നത് ഞാൻ എൻ്റെ ഇടനെഞ്ചിൽ അറിഞ്ഞു എന്നൊരു കഥ. ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുട്ടിനെ
സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കപ്പിത്താൻ്റെ മകൾ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ജലം അതുപോലെ ഉപമ എന്നുള്ള അലങ്കാരത്തിനെ ഭാഷയിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു എന്ന് സൂചിപ്പിക്കും. ഇല്ല, അതൊരു അൺകോൺഷ്യസ് പ്രക്രിയയാണ് ആയിരുന്നു എന്നല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സവിത, മനോജ് കുരു, സശബ്ദം കേട്ട സദസ്യരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.